രാജ്യത്തെ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ നിലവിൽ വന്നു. ഇലക്ട്രൽ ബോണ്ട് ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്കാണ് ലഭിച്ചതെന്ന കാര്യം നാളെ അറിയിക്കണമെന്ന സുപ്രീം കോടതി SBIയോട് ആവശ്യപ്പെട്ട ദിവസം തന്നെയാണ് പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങളും നിലവിൽ വന്നത്. രാജ്യത്തെ മുസ്ലിങ്ങളെ NRC ഉപയോഗിച്ച് പുറത്താക്കാനുള്ള നീക്കം പൗരത്വ നിയമ ഭേദഗതിയുമായി ചേർത്തുവെച്ച് ന്യൂനപക്ഷ ദ്രോഹമാണ് മോദി സർക്കാർ ലക്ഷ്യം വെക്കുന്നത് എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. പൗരത്വ നിയമ ഭേദഗതി കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയിട്ടുണ്ട്. മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തു. ഇലക്ട്രൽ ബോണ്ടിന്റെ ക്ഷീണം മറക്കാനാണോ പൗരത്വ നിയമ ഭേദഗതി എന്നതാണ് ചോദ്യം. ഡോക്ടർ വി ശിവദാസൻ CPIM, ശ്രീനിവാസൻ കൃഷ്ണൻ കോൺഗ്രസ്, TP ജയചന്ദ്രൻ BJP, ധന്യ രാജേന്ദ്രൻ മാധ്യമപ്രവർത്തക, PDT ആചാരി മുൻ ലോക്സഭാ സെക്രട്ടറി ജനറൽ എന്നിവരാണ് നമ്മോടൊപ്പം വിവിധ ഇടങ്ങളിൽ നിന്നും തത്സമയമുള്ളത്. ആദ്യം PDT ആചാരി, ഇന്ന് പ്രധാനപ്പെട്ട രണ്ട് വാർത്തകളാണ് എൻ്റെ മുന്നിലുള്ളത്. ഒന്ന്, SBIയോട് നാളെ തന്നെ ഇലക്ട്രൽ ബോണ്ടിൻ്റെ വിവരങ്ങൾ കൈമാറാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. രണ്ട്, ഇപ്പോൾ പൗരത്വ നിയമ ഭേദഗതിയിൽ ചട്ടം വിജ്ഞാപനം ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ അതായത് ബോണ്ടിൻ്റെ ഹെഡ്ലൈൻ വാലിഡിറ്റി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാകാമോ ഇന്നത്തെ ഈ പൗരത്വ നിയമ ഭേദഗതിയുടെ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തിരിക്കുന്നതെന്ന രാഷ്ട്രീയമായ ചോദ്യം അവിടെ നിൽക്കുന്നു. എത്ര കണ്ട് പ്രധാനപ്പെട്ടതാണ് ഈ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധി, ശ്രീ PDT ആചാരി? തീർച്ചയായിട്ടും വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിധിയാണ്. അത് സുപ്രീം കോർട്ടിൻ്റെ മെയിൻ ജഡ്ജ്മെൻറ്റ് വന്നപ്പോൾ തന്നെ നമുക്ക് അതിനെക്കുറിച്ച് വ്യക്തമായതാണ് സുപ്രീം കോടതിൻ്റെ ഒരു നിലപാട് എന്താണെന്നുള്ള ഈ കാര്യത്തിൽ, ഇലക്ട്രൽ ബോണ്ടിൻ്റെ. അപ്പോൾ അതിനെ ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിക്കുകയും ഒരു പ്രത്യേക ഡേറ്റിനുള്ളിൽ SBI അതിൻ്റെ വിവരങ്ങളെല്ലാം ECIക്ക്, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് കൈമാറണമെന്ന് പറയുകയും ചെയ്തത്. ഇതിൻ്റെ എല്ലാ നൂലാമാലകളും സുപ്രീം കോടതിക്ക് അറിയാം എന്നുള്ളത് വ്യക്തമാണ് അവരുടെ ആ വിധിന്യായത്തിലും അതുപോലെ തന്നെ അവർ ആ ഡേറ്റ് ഫിക്സ് ചെയ്തതിലുമൊക്കെ. എന്നാൽ SBI ഈ കാലാവധി അവസാനിക്കുന്നതിന് 2 ദിവസത്തേക്ക് മുമ്പ് ഒരു ആപ്ലിക്കേഷനും കൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കുകയും ജൂൺ 30 വരെ സമയം വേണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്ത ആ ഒരു സാഹചര്യത്തിലാണ് ഇന്നത്തെ വിധിന്യായം വന്നിരിക്കുന്നത്. അപ്പോൾ അത് വളരെ ശക്തമായി സുപ്രീം കോടതി അവരുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്തിട്ട് നാളെ തന്നെ ഈ വിവരങ്ങൾ മുഴുവൻ ECIക്ക് കൈമാറണമെന്നും ECIയോട് 15-ാം തീയതി 5 മണിക്ക് മുമ്പ് ഇതെല്ലാം അവരുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യണമെന്നും പറഞ്ഞിരിക്കുന്നു. ഇത് വളരെ നിർണായകമായ ഒരു തീരുമാനമാണ് സുപ്രീം കോടതിയുടെ. ഈ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ചൊക്കെ നമ്മൾ ധാരാളം ഡിസ്കഷൻസ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ശ്രീ PDT ആചാര്യ, നോക്കൂ, ഇന്നിപ്പോൾ സുപ്രീം കോടതി അലക്ഷ്യ ഹർജി തൽക്കാലം മാറ്റിവെച്ചിരിക്കുകയാണ്. പക്ഷേ നാളെ നേരത്തെ സുപ്രീം കോടതിയുടെ വിധിന്യായം ഉണ്ടായതിനു ശേഷവും 21 ദിവസം കഴിഞ്ഞ് ഞങ്ങൾക്ക് ജൂൺ 30-ാം തീയതി വരെ സമയം വേണമെന്നും പറഞ്ഞ SBIയെ പൂർണ്ണമായ വിശ്വാസത്തിലെടുത്തിട്ടില്ല. നാളെ ഈ വിവരങ്ങൾ കൈമാറുന്നില്ല എങ്കിൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ഇനീഷ്യേറ്റ് ചെയ്യുമെന്നും സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും SBIയുടെ നീക്കത്തിലൊരു അവിശ്വാസം ഈ വിധിയിൽ കാണാമോ? അല്ല, സുപ്രീം കോടതിയുടെ ഒരു ഓർഡർ അത് പാലിക്കാൻ SBI ബാധ്യസ്ഥമാണ്. അതെല്ലാ ഗവൺമെൻറ് ഏജൻസികളും അത് നടപ്പിലാക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പം അതിനെക്കുറിച്ച് മറ്റൊരു പ്രശ്നമൊന്നും ഉണ്ടാവുന്നില്ല. അത് വളരെ ക്ലിയറാണ്. നാളെ 5 മണിക്ക് മുമ്പ് ഇത് പബ്ലിഷ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും കോടതി അലക്ഷ്യത്തിൻ്റെ കാര്യത്തിലേക്ക് സുപ്രീം കോടതി നീങ്ങും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. PDT ആചാര്യ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, നാളെ എന്തായാലും SBI ഈ വിവരങ്ങൾ കൈമാറണം. 15-ാം തീയതി വെബ്സൈറ്റിലൂടെ ആർക്കാണ് ഇലക്ട്രൽ ബോണ്ടിലൂടെ തുക ലഭിച്ചിരിക്കുന്നത് എന്ന് സംബന്ധിച്ച വിവരങ്ങൾ കൈമാറണം എന്നാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അതായത് 15-ാം തീയതി നമുക്ക് പൗരന്മാർക്ക് ആരൊക്കെയാണ്
പണം നൽകിയിരിക്കുന്നത്, അത് ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്കാണ് കിട്ടിയിരിക്കുന്നതെന്ന് സംബന്ധിച്ച് ഖണ്ഡിതമായി പറയുന്ന വിധത്തിൽ സുപ്രീം കോടതിയിലെ വെബ്സൈറ്റ് വിവരങ്ങൾ നൽകുമോ? സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്ന വിവരമാണല്ലോ കൊടുക്കേണ്ടത്. അതിൽ കുറഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സുപ്രീം കോടതി ഇന്ന കാര്യങ്ങൾ വേണം എന്ന് പറഞ്ഞു. അത് ആരൊക്കെയാണ് ഇത് ബൈ ചെയ്തിരിക്കുന്നത്, വാങ്ങിച്ചിരിക്കുന്നത്, ഈ ബോണ്ടുകൾ, ഏതൊക്കെ പാർട്ടികളാണ് ഈ ബോണ്ടിന്റെ പൈസ കിട്ടിയിരിക്കുന്നത് എന്നൊക്കെയുള്ള വിവരങ്ങൾ, ഈ രണ്ട് പ്രധാനപ്പെട്ട വിവരങ്ങളാണല്ലോ സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് ഡിസ്ക്ലോസ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അത് സിറ്റിസൺസിന്റെ ഒരു റൈറ്റാണ്, ഫണ്ടമെന്റൽ റൈറ്റാണ് എന്നുള്ള അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി ഇത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പം അതിൽ കുറവെന്താണ്? അത് കുറവായിട്ടൊന്നും കൊടുക്കാൻ പറ്റില്ല. അവർ ചോദിച്ച ഇൻഫർമേഷൻ അത് വളരെ വ്യക്തമാണ് അവരുടെ ഓർഡറിൽ. ആ ഇൻഫർമേഷനാണ്, അത് വളരെ സ്പെസിഫിക് ആയിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട് സുപ്രീം കോടതിയുടെ ആ ഓർഡറിൽ. അപ്പം അതാണ് കൊടുക്കേണ്ടത്. അത് കൊടുക്കാൻ ബാധ്യസ്ഥരാണ് SBI. അതിന് മറ്റ് എക്സ്ക്യൂസസ് ഒന്നും അതിൽ പറ്റില്ല. മറ്റൊന്ന്, നേരത്തെ ചൂണ്ടിക്കാണിച്ച പൗരത്വ നിയമ ഭേദഗതി ബിൽ, അതിന്മേൽ 2020 പൗരത്വ നിയമ ഭേദഗതി ബിൽ പാസ്സാക്കിയിട്ടുള്ളത്. ഇപ്പോൾ 4 വർഷവും 3 മാസത്തിനും ശേഷം അതിൻ്റെ ചട്ടം വരുന്നു എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഇങ്ങനെ റൂൾസ് നോട്ടിഫൈ ചെയ്യാൻ ഇത്രയധികം സമയമെടുക്കാറുണ്ടോ? അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടാണ് എന്നാണ് മമതാ ബാനർജി അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തുകൊണ്ട് 4 വർഷം 3 മാസം എന്നത് സംബന്ധിച്ച് സാധാരണഗതിയിൽ സംഭവിക്കാറുള്ള കാര്യമാണോ ഇത്രയധികം വൈകൽ? അല്ല, ചില കാര്യങ്ങളിലൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട്. അതായത് എന്തെങ്കിലുമൊക്കെ കോൺട്രവേഴ്സിയും ഒക്കെ ഉള്ള കാര്യങ്ങളിൽ ഗവൺമെന്റിന് പെട്ടെന്നൊരു തീരുമാനം എടുക്കണ്ട എന്ന് അവരൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ എടുത്താൽ പിന്നെ ഈ റൂൾസ് നോട്ടിഫൈ ചെയ്യത്തില്ല. റൂൾസ് നോട്ടിഫൈ ചെയ്തില്ലെങ്കിൽ ഒരു നിയമം നടപ്പിലാക്കാൻ പറ്റുകയില്ല. അപ്പോൾ അതുകൊണ്ട് റൂൾസ് നോട്ടിഫൈ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു ആക്ട് പാർലമെന്റ് പാസ്സാക്കി അതിനുശേഷം ആ നിയമം നടപ്പിലാക്കണമെങ്കിൽ റൂൾസ് ഉണ്ടാക്കിയെങ്കിലേ പറ്റുള്ളൂ. അത് നോട്ടിഫൈ ചെയ്യണം. അപ്പം അന്ന് മുതലാണ് അത് നടപ്പിലാവുന്നത്. അത് ചില കാരണങ്ങളാൽ, ചില സാഹചര്യങ്ങളിൽ, ചില നിയമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് ഈ റൂൾ മേക്കിംഗ് എന്ന് പറയുന്നത് അത് പോസ്റ്റ്പോൺ ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നേരത്തെയൊക്കെ അങ്ങനെ ഉണ്ട്. ഇതാദ്യമായിട്ടൊന്നും അല്ല. അതിനകത്ത് ഗവൺമെന്റിന് എന്തെങ്കിലും പ്രത്യേക കാരണങ്ങൾ ഉണ്ടാവുമെന്ന് വെച്ചു. കാരണം ഇത് പ്രത്യേകിച്ച് ഈ സിറ്റിസൺഷിപ്പിന്റെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ഒരുപാട് കോൺട്രവേഴ്സീസ് ഉണ്ടാക്കിയ ഒരു പ്രശ്നമായതുകൊണ്ട് തന്നെ ഗവൺമെന്റ്, പക്ഷേ ഈ കഴിഞ്ഞ പാർലമെന്റിലും ഈ കഴിഞ്ഞ ലോക്സഭയുടെ സെഷനിലും അതുപോലെ തന്നെ അതിനു മുമ്പൊക്കെ ഈ നമ്മുടെ ഈ ആഭ്യന്തരമന്ത്രി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഞങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നു. അപ്പം അത് ആ ഒരു കാര്യം അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞിടയ്ക്ക് ആയിട്ട്. ഇതിപ്പോൾ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഇതിൻ്റെ റൂൾസ് നോട്ടിഫൈ ചെയ്തിട്ടുള്ളത് ധ്രുവീകരണം ലക്ഷ്യമാക്കിയിട്ടാണ് എന്നാണ് പ്രതിപക്ഷ ആംഗിൾ. നോക്കൂ, ഇവിടെ CAA, NRC, 370, രാമക്ഷേത്രം, ഏകീകൃത സിവിൽ കോഡ്, എല്ലാ വിഷയങ്ങൾക്കും ഒരു ഇലക്ഷനോട് അടുപ്പിച്ച് ഒരു അപ്ഡേഷൻ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. ആ നിലയിൽ ഇലക്ഷനോട് അടുപ്പിച്ച് മതി ഈ പറയുന്ന റൂൾസ് നോട്ടിഫൈ ചെയ്യുന്നത് എന്ന് രാഷ്ട്രീയമായി തീരുമാനിച്ചതാകാനും സാധ്യതയുണ്ട്. അതിനെക്കുറിച്ച് ഇപ്പം എനിക്ക് അങ്ങനെ പ്രത്യേകമായ ഒരു അഭിപ്രായം ഞാൻ പറയുന്നില്ല. കാരണം ഈ രാഷ്ട്രീയമായ കാര്യങ്ങളിൽ ഞാൻ സാധാരണ അഭിപ്രായം പറയാറുമില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിനും രാഷ്ട്രീയമായ അജണ്ടയുണ്ട്. ഇപ്പം BJPയെ സംബന്ധിച്ചിടത്തോളം ഈ NRC എന്നൊക്കെ പറയുന്നത് അവരുടെ അജണ്ടയിൽ ഉൾപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അതില് അങ്ങനെ ഒരു പ്രത്യേകമായ അതിലൊന്നും അതിൻ്റെ അങ്ങനെ ഒന്നും ഇല്ല. അവരെന്നും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഏത് പൊളിറ്റിക്കൽ പാർട്ടി അധികാരത്തിലിരുന്നാലും ആ പാർട്ടിക്ക് ചില പൊളിറ്റിക്കൽ അജണ്ട ഉണ്ടോ നടപ്പിലാക്കുക. അവർക്ക് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ അത് നടപ്പിലാക്കാൻ കഴിയുകയും ചെയ്യും. അതിന് ആ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം അങ്ങനെ ഉള്ളൊരു കാര്യമാണ് ഈ NRC എന്ന് പറയുന്നത്. കാരണം ഇത് ഒരു പ്രത്യേക മതവിഭാഗത്തിനെ എൻ്റെ മനസ്സിൽ ആശങ്ക ഉണ്ടാക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ഇതിനെക്കുറിച്ചുള്ള പ്രതിഷേധങ്ങളും മറ്റും ധാരാളം ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പം അത് അവഗണിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുക എന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു പൊളിറ്റിക്കൽ അജണ്ടയാണ്. പിന്നെ നമ്മുടെ രാജ്യത്ത് പൊളിറ്റിക്കൽ പാർട്ടീസ് അവരുടെ അജണ്ട അവർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കും. ഇത്
സർവ്വസാധാരണമാണ്. അതിനെക്കുറിച്ച് എനിക്ക് അത്രേ പറയാനുള്ളൂ. ശരി, വളരെ നന്ദി ശ്രീ PDT ആചാര്യ, മുൻ ലോക്സഭാ സെക്രട്ടറി ജനറൽ. ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന് ധന്യ രാജേന്ദ്രൻ, ദ ന്യൂസ് മിനിറ്റിൻ്റെ എഡിറ്റർ ഇൻ ചീഫ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി ധന്യ രാജേന്ദ്രൻ, നോക്കൂ, ദ ന്യൂസ് മിനിറ്റ് കഴിഞ്ഞ ദിവസം പുറത്തു കൊണ്ടുവന്ന കാര്യങ്ങളുണ്ട്. എങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക്, പ്രത്യേകിച്ച് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഫണ്ട് ലഭിക്കുന്നത്? റെയ്ഡ് നടക്കുന്നു, ഫണ്ട് ലഭിക്കുന്നു, പിന്നീട് കാര്യങ്ങൾ സുഗമമായി മുന്നോട്ട് പോകുന്നു. ഇത്തരം വിശദാംശങ്ങൾ നമ്മുടെ മുന്നിൽ ഇപ്പോഴുള്ളപ്പോഴാണ് ഇലക്ട്രൽ ബോണ്ട് സംബന്ധിച്ച് SBI നാളെ തന്നെ വിവരങ്ങൾ കൈമാറണം എന്ന് സുപ്രീം കോടതി ഖണ്ഡിതമായി പറഞ്ഞിരിക്കുന്നത്. ധന്യ, 15-ാം തീയതി ഇലക്ഷൻ കമ്മീഷൻ അക്കാര്യം അവരുടെ പോർട്ടലിലൂടെ ഇക്കാര്യം വിശദമായി ജനങ്ങളെ അറിയിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് ആദ്യഘട്ട പോളിംഗിന് മുമ്പ് തന്നെ ഇതിൻ്റെ പൂർണ്ണ വിശദാംശങ്ങൾ ലഭ്യമാകുമെന്നാണോ കരുതാനാവുന്നത്? അതായത് ഇപ്പോ തൽക്കാലമുള്ളൊരു കൺഫ്യൂഷൻ, എന്ത് ഡേറ്റ് ആണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പബ്ലിഷ് ചെയ്യാൻ പോകുന്നതെന്ന്. സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് 2 സെറ്റ് ഓഫ് ഡേറ്റ് ആയിട്ട് തരാനാണ്. ഒന്ന്, ആരൊക്കെയാണ് ഇലക്ടോറൽ ബോണ്ട്സ് വാങ്ങിച്ചത്. 2, ഇലക്ടോറൽ ബോണ്ട്സ് എന്നാണ് എൻകാഷ് ചെയ്തതെന്ന്. അതുകൊണ്ട് കൃത്യമായി ഏത് പാർട്ടിക്കാണ് ഏത് ഇലക്ടോറൽ ബോണ്ട് പോയത് എന്ന ഡേറ്റ എനിക്ക് തോന്നുന്നു നമുക്ക് പെട്ടെന്ന് കിട്ടില്ല. പക്ഷെ അത് മാച്ച് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല. 30 ഫേസുകളിലാണ് ഇന്ത്യയിൽ ആക്ച്വലി 2018 മുതൽ 2024 ജാനുവരി വരയ്ക്കും ഇലക്ടോറൽ ബോണ്ടുകൾ വിട്ടിരിക്കുന്നത്. ഓൾമോസ്റ്റ് 16,000 കോടിയാണ് വിട്ടിരിക്കുന്നത്. ഇത് നമുക്ക് കൃത്യമായും കൊമോഡർ ലോകേഷ് ബത്ര എന്ന് പറയുന്ന ഒരു RTI ആക്ടിവിസ്റ്റ് കൂടിയ ഒരാൾ, അദ്ദേഹം എല്ലാ ഫേസിലും എത്ര ബോണ്ട്സ് ആണ് വിറ്റിരിക്കുന്നത്, അത് ഏത് SBI ബ്രാഞ്ചിലാണ് അത് എൻകാഷ് ചെയ്ത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോ ഹൈദരാബാദ്, കൊൽക്കത്ത മുതലുള്ള ബ്രാഞ്ചുകളിലാണ് തൃണമൂൽ കോൺഗ്രസ് അല്ലെങ്കിൽ DRS, TDP എന്ന പാർട്ടികൾ ഇത് എൻകാഷ് ചെയ്തിരിക്കുന്നത്. ഡൽഹിയിലായിരിക്കും BJPയും കോൺഗ്രസും എൻകാഷ് ചെയ്തിരിക്കുന്നത്. അപ്പൊ കുറച്ച് സമയം എടുത്താൽ നമുക്ക് ആക്ച്വലി കണക്ഷൻസ് ഒക്കെ മേക്ക് ഔട്ട് ചെയ്യാം, ആരാണ് എത്ര പൈസയാണ് കൊടുത്തിരിക്കുന്നതെന്ന്. പക്ഷെ അത് നമുക്ക് ഏത് പാർട്ടിക്കാണ് കൊടുത്തത് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഈ ഇലക്ടോറൽ ബോണ്ട് ഡേറ്റ് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഫൈനാൻസ് ആക്ട് 2017 കൊണ്ടുവന്ന അമെന്റ്മെന്റിലാണ് ഫോറിൻ കമ്പനീസിന് ഡൊണേഷൻ കൊടുക്കാം എന്ന് മോദി ഗവൺമെന്റ് സമ്മതിച്ചത്. അതായത് ഇപ്പൊ ഉള്ളൊരു സ്പെക്കുലേഷൻ, നിറയെ ചൈനീസ് കമ്പനികൾ, ഇന്ത്യൻ സബ്സിഡറീസുള്ള ചൈനീസ് കമ്പനികൾ ഡൊണേഷൻ കൊടുത്തിട്ടുണ്ട് എന്നാണ്. അതായത് ചൈനയ്ക്കെതിരെ ഒരു വലിയ പോരാട്ടം എന്ന് പറഞ്ഞ് ഇവിടെ ഒരുപാട് ചൈനീസ് കമ്പനികളെ ബാൻ ചെയ്ത് BJP ഗവൺമെന്റ് എത്രത്തോളം ചൈനീസ് കമ്പനികൾ ഡൊണേഷൻ എടുത്തിട്ടുണ്ടെന്ന് നമുക്കറിയാം. അത് മാത്രമല്ല, മറ്റ് ഫോറിൻ കമ്പനീസ്, ഇന്ത്യൻ സബ്സിഡറീസ് ഉള്ള ഫോറിൻ കമ്പനീസ് എത്രത്തോളം ഇന്ത്യയിൽ പൊളിറ്റിക്കൽ പാർട്ടീസിന് പൈസ കൊടുത്ത് നമുക്കറിയാം. അത് മാത്രമല്ല, ക്വിഡ് പ്രോക്കോ, ഞങ്ങൾ ആക്ച്വലി കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ചെയ്ത സ്റ്റോറി, ഈ ഓരോ ഞങ്ങള് കേരളത്തിലും തമിഴ്നാട്ടിലും എല്ലാം കമ്പനീസ് ലിസ്റ്റ് എടുത്തിട്ട് 1 കോടിക്ക് മേലെ BJP കൊടുത്ത കമ്പനികളിൽ അവരുടെ മേൽ EDയോ അല്ലെങ്കിൽ IT റെയ്ഡോ നടന്നിട്ടുണ്ടോ, ഇങ്ങനെ റെയ്ഡ് നടന്നിട്ടുണ്ടെങ്കിൽ അവർ എത്ര സമയത്തിനുള്ളിൽ BJPക്ക് ഡൊണേഷൻ കൊടുത്തു, ഇതാണ് ഞങ്ങൾ മാപ്പ് ചെയ്ത്. അത് ഇലക്ടോറൽ ഡൊണേഷൻ ആണ് നമ്മൾ മാപ്പ് ചെയ്ത്. എനിക്കൊന്ന് ബോണ്ടിലും അത് പ്രസക്തമായിരിക്കും. അതായത് സെൻട്രൽ ഏജൻസി, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോ ITയോ ഇൻകം ടാക്സോ ആരെങ്കിലും ഒരു ആക്ഷൻ ചെയ്തതിന് ശേഷം ഒരു കമ്പനി ഡൊണേറ്റ് ചെയ്യുകയാണ്, ഇതെല്ലാം നമുക്ക് വേഗം മാപ്പ് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇത് എത്രത്തോളം, അതായത് ഇന്ത്യയിലെ ഇലക്ഷൻസ് എത്രത്തോളം ഫ്രീ ആൻഡ് ഫെയർ അല്ല എന്നതിനെ കുറിച്ച് ഐഡിയ നമുക്ക് കൃത്യമായിട്ട് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ക്വിഡ് പ്രോക്കോ ആണ്. സുപ്രീം കോടതിയും ക്വിഡ് പ്രോക്കോ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ ധന്യയുടെ ദ ന്യൂസ് മിനിറ്റ് കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഈ ബോണ്ട് വിവരങ്ങൾ സുപ്രീം കോടതി പ്രസിദ്ധപ്പെടുത്തണം എന്ന് ആവശ്യപ്പെട്ട നിലയ്ക്ക് അത് വേണമെങ്കിൽ പോളിസി ചേഞ്ച് ആകാം, അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകാം എന്നുള്ളത് കൊണ്ടാണോ ഈ കാര്യത്തിൽ സുപ്രീം കോടതി, കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ ഇത് വെളിപ്പെടുത്താനാകില്ല എന്ന നിലപാടെടുത്തത്? പിന്നീട് SBIയെ കൊണ്ട് ഇത് ജൂൺ 30 മാത്രമേ ഞങ്ങൾക്ക് ഡീറ്റെയിൽസ് തരാനാകൂ എന്ന് പറഞ്ഞത്? പ്രധാനമന്ത്രി തന്നെ ഒരു പൊതുചടങ്ങിൽ കുചേലനെയും ശ്രീകൃഷ്ണനെയും ഒക്കെ ഉദാഹരിച്ച് ചില പരോക്ഷ പരാമർശങ്ങളും ഒക്കെ നടത്തിയിരിക്കുന്നു. ധന്യ, ഒരു മാധ്യമപ്രവർത്തക എന്നുള്ള നിലയിൽ എന്താണ് ഈ ക്വിഡ് പ്രോക്കോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ വോളിയം എത്രയായിരിക്കുമെന്നാണ് കരുതുന്നത്? നമുക്ക് 2017 ഇലക്ടോറൽ ബോണ്ട് സ്കീം കൊണ്ടുവരുമ്പോൾ അന്നത്തെ ഫൈനാൻസ് മിനിസ്റ്റർ അരുൺ ജെയ്റ്റ്ലി പറഞ്ഞത് ഇത് ബ്ലാക്ക് മണി, അതായത് പൊളിറ്റിക്സിലുള്ള ബ്ലാക്ക് മണി ഇല്ലാതാക്കാനായിട്ടാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇലക്ടോറൽ ബോണ്ട്സ് ഒക്കെ കൊണ്ടുവരുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ അന്ന് ഫൈനാൻസ് ആക്ടിനെ അമെൻഡ് ചെയ്തിട്ട് ഫോറിൻ കമ്പനീസിന് പോലും, അതായത് എപ്പോഴും ഫോറിൻ പവർ എന്ന് പറയുന്ന ഈ ഗവൺമെന്റ്
ഫോറിൻ കമ്പനീസ് ഇന്ത്യൻ പൊളിറ്റിക്കൽ പാർട്ടീസിന് ഡൊണേറ്റ് ചെയ്യാൻ സമ്മതിക്കുകയാണ് ചെയ്തത്. അത് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം ഈ ക്വിഡ് പ്രോക്കോ എന്ന് നമ്മൾ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, തമിഴ്നാട്ടിൽ ഓൾമോസ്റ്റ് 600 കോടിയാണ് DMK കിട്ടിയിരിക്കുന്നത് ഇലക്ടോറൽ ബോൺഡ്സ്. TMCക്ക് ഓൾമോസ്റ്റ് 900 crores ആണ് ബംഗാളിൽ കിട്ടിയിരിക്കുന്നത്. BRS എന്ന് പറഞ്ഞ പാർട്ടിക്ക് അവസാനത്തെ 2-3 ഫേസുകളിൽ ഒരുപാട് പൈസയാണ് തെലങ്കാനയിൽ കിട്ടിയിരിക്കുന്നത്. ഇത് ഏത് കമ്പനീസ് ആണ് കൊടുത്തിരിക്കുന്നത്? ഇവർ കൊടുക്കുന്ന സമയം ഇവർക്ക് എന്തെങ്കിലും ഒരു വലിയ പ്രോജക്റ്റ് ആ സ്റ്റേറ്റിൽ കിട്ടിയോ? അതുപോലെ തന്നെയാണ് ഇന്ത്യൻ ഗവൺമെന്റ് ഏതെങ്കിലും വലിയ പ്രോജക്റ്റ് കിട്ടിയോ, ഏതെങ്കിലും ഒരു പോളിസി നടപ്പിലാക്കുന്ന സമയമാണോ ഈ കമ്പനി വലിയൊരു ഡൊണേഷൻ കൊടുത്തത്? ഇത് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റാവുന്ന കാര്യങ്ങളാണ്. ഇത് കോർപ്പറേറ്റ് പൊളിറ്റിക്കൽ നെക്സസ് എത്രത്തോളം ഇന്ത്യയിൽ ഉണ്ട് എന്ന് കൃത്യമായി നമുക്ക് അറിയാൻ പറ്റാവുന്ന ഒരു കാര്യമാണ് ഈ ഇലക്ടോറൽ ബോണ്ട് ഡേറ്റ. തീർച്ചയായും ദയവായി തുടരുക. ശ്രീനിവാസൻ കൃഷ്ണൻ, കോൺഗ്രസ് നേതാവ്. ശ്രീനിവാസൻ കൃഷ്ണൻ, ഏതായാലും നാളെ വിവരങ്ങൾ കൈമാറാൻ SBIയോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു. ക്വിഡ് പ്രോക്കോ ഉണ്ടോ എന്നുള്ളത് വ്യക്തമാകേണ്ടതുണ്ട്. ശരിയാണ്, നമുക്ക് ഇലക്ട്രൽ ബോണ്ട് മുഖേന കോടികൾ കിട്ടിയിട്ടുള്ള പാർട്ടികളെ നോക്കിയാൽ സ്വാധീനമുള്ള പാർട്ടികൾ മാത്രമല്ല, ഭരണത്തിലുള്ള പാർട്ടികൾക്ക് പ്രത്യേകമായ രീതിയിലുള്ള ഫണ്ടിങ് ലഭിച്ചതായി നമുക്കതിൻ്റെ ലിസ്റ്റ് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ശ്രീനിവാസകൃഷ്ണൻ, കോൺഗ്രസ് പറയുന്നത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ഏറ്റവും വലിയ അഴിമതി എന്നാണ്. വിശദീകരിക്കൂ. സംശയമില്ലല്ലോ. അപ്പോൾ ഒരു ഉദാഹരണം തന്നെ എടുത്താൽ മതി. ഇപ്പോ ഇന്ത്യയിൽ കഴിഞ്ഞ ഇലക്ഷൻ നടന്നത്, ജനറൽ ഇലക്ഷൻ നടന്നത് 2019-20 ആ കൊല്ലം ഭാരതീയ ജനതാ പാർട്ടിക്ക് കിട്ടിയത് ഇലക്ട്രൽ ബോണ്ടിലൂടെ 2555 കോടിയാണ്. പ്രിൻസിപ്പൽ ഓപ്പോസിഷൻ ആയിട്ടുള്ള കോൺഗ്രസിന് കിട്ടിയത് 1/7 എമൗണ്ട് പോലും ഇല്ല, 300 കോടിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ തന്നെ ഇത് വളരെ ക്ലിയർ ആണ്. ഇത് ഭരണകക്ഷി ഇതിനെ ദുരുപയോഗം ചെയ്തു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പൊ സുപ്രീം കോടതി തന്നെ പറഞ്ഞല്ലോ, സുതാര്യത ആണ് ഏറ്റവും ഇതിനകത്ത് തെരഞ്ഞെടുപ്പ് ഫണ്ടിങ്ങിൽ ഇമ്പോർട്ടന്റ്. ജനങ്ങൾക്ക് സ്വകാര്യതയല്ല വേണ്ടത്. ഇപ്പൊ തെരഞ്ഞെടുപ്പ് ഫണ്ടിങ്ങിൽ സുതാര്യത വേണ്ടേ? കാരണം തെരഞ്ഞെടുപ്പിൽ എന്ന് പറഞ്ഞാൽ ഫണ്ടിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്രത്യേകിച്ച് ദേശീയ പൊളിറ്റിക്കൽ പാർട്ടിക്ക്. ഇപ്പൊ ജനങ്ങൾ സാധാരണ അറിയണം, ഒരു തെരഞ്ഞെടുപ്പ് ഫണ്ടിങ്ങിന് നമ്മുടെ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് പ്രകാരം ലോക്സഭയിലേക്ക് ഏതാണ്ട് 90 ലക്ഷം ±10 lakhs ഡിപ്പെൻഡിംഗ് അപ്പോൺ ദ സ്റ്റേറ്റ്. ഇത് സ്വാതന്ത്ര്യത്തിലെ ഏറ്റവും വലിയ അഴിമതി ആയിരുന്നു നേരത്തെ അറിയാമായിരുന്നുവെങ്കിൽ, അത് ക്വിഡ് പ്രോക്കോ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്തിനാണ് നിങ്ങൾ ഇലക്ട്രൽ ബോണ്ടിലൂടെ പണം സ്വീകരിച്ചത്? അതല്ല അതിനകത്ത് പറയുന്നത്. എല്ലാവർക്കും പൊളിറ്റിക്കൽ പാർട്ടീസിന് സർവൈവിംഗ് ഫണ്ടിങ് വേണം. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം മാത്രം പറഞ്ഞെന്നുള്ളൂ. ഇപ്പൊ റൂളിംഗ് പാർട്ടിയൊക്കെ പല സ്റ്റേറ്റില് 1 കോടി റുപ്യാണ് ലോക്സഭയ്ക്ക് ചെലവാക്കാന്നെങ്കിൽ ജനങ്ങൾ കേരളത്തിലെ ആളുകൾ മനസ്സിലാക്കണം, 75 മുതൽ 100 കോടി വരെയൊക്കെയാണ് ഒരു ലോക്സഭ ഇതിന് റൂളിംഗ് പാർട്ടി ചെലവാക്കുന്ന പല സംസ്ഥാനങ്ങളിലും. ഇതൊരു യാഥാർത്ഥ്യമാണ്. നമ്മളത് കണ്ണടച്ചിട്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടൊരു കാര്യമില്ല. അപ്പൊ റൂളിംഗ് പാർട്ടിയുടെ കയ്യിലാണ് ഗവൺമെന്റ് ഇരിക്കുന്നത്, റൂളിംഗ് പാർട്ടിയുടെ കയ്യിലാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇരിക്കുന്നത്, റൂളിംഗ് പാർട്ടിക്കാണ് ദേശീയ ലെവലിൽ പോളിസി ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്നത്. പിന്നെ ഇതൊരു സീക്രട്ട് ആണ്, ആരും ഇതിന്റെ ഡീറ്റെയിൽസ് അറിയില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും റൂളിംഗ് പാർട്ടിക്ക് അതിന്റെ കറക്റ്റ് ഡീറ്റെയിൽസ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് ബോണ്ട് മേടിച്ചത് ആരാന്നൊക്കെ അറിയും. അതൊക്കെ എല്ലാവർക്കും അറിയണ്ടേ? ഒരു കേന്ദ്രം ഭരിക്കുന്ന റൂളിംഗ് പാർട്ടിക്ക് ഒരാൾ ഒരു 10 കോടിയുടെ അല്ലെങ്കിൽ 100 കോടിയുടെ ഡൊണേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ 5 സെക്കൻഡിന് കൊണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് അതിന്റേതായ വിവരങ്ങളുണ്ട്, SBI ഏത് അക്കൗണ്ടിൽ നിന്നാണ് വന്നതെന്ന്. ഈ സീക്രസി എന്ന് പറയുന്നത് പ്രതിപക്ഷ പാർട്ടികൾക്ക് മാത്രമേ ഉള്ളൂ. ഗവൺമെന്റിനെ സംബന്ധിച്ചോളം സീക്രസി ഒന്നുമില്ല. അവർക്ക് ഓരോ പാർട്ടിക്ക് കൊടുത്ത ആർക്കാന്ന് അറിയാം. പിന്നെ ഞാൻ പറയാം, എന്റെ പേഴ്സണൽ അനുഭവം വെച്ചിട്ട് തന്നെ പറയാം, പല കോർപ്പറേറ്റ് കമ്പനികളും ഈവൻ ബോണ്ട്സ് പോലും കോൺഗ്രസ് പാർട്ടിക്ക് നൽകുന്നില്ല, അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾക്ക് നൽകുന്നില്ല, പേടിച്ചിട്ട്. കാരണം നിങ്ങൾക്ക് ബോണ്ട് തന്ന വൈകുന്നേരം ആകുമ്പോഴേക്കും ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ഡൽഹിയിൽ അറിയുന്നുണ്ട് ആരാർക്ക് കൊടുത്തു എന്നുള്ള കാര്യം. അപ്പൊ സുതാര്യത സ്വകാര്യത എന്നൊക്കെ പറയുന്നത് വെറും ലോയിൽ എഴുതി വെച്ചിട്ടേ ഉള്ളൂ. പ്രാക്ടിക്കലി റൂളിംഗ് പാർട്ടിക്ക് അറിയാം, ധനമന്ത്രാലയത്തിന് അറിയാമല്ലോ. പോളിസി മാറ്ററില് ശ്രീനിവാസൻ, ജയേന്ദ്രൻ മാഷെ, ഇന്നിപ്പോ ഈ 4 വർഷം 3 മാസവും കഴിഞ്ഞ് റൂൾസ് നോട്ടിഫൈ ചെയ്തിരിക്കുന്നു പൗരത്വ നിയമ ഭേദഗതിയുടെ. ഇത് വലിയ ഹെഡ്ലൈൻ ഉണ്ടാക്കും, വരുന്ന ദിവസങ്ങളിൽ വലിയ നിലയിൽ ചർച്ചയാകും. ഇതിനകത്ത് ക്വിഡ് പ്രോക്കോ ഉണ്ടാകും. അതുപോലെ തന്നെ നയപരമായ കാര്യങ്ങളിൽ പോലും ഈ ഇലക്ട്രൽ ബോണ്ട് നൽകിയിട്ടുള്ള വമ്പൻ കമ്പനികൾ സർക്കാരിൽ മാറ്റം വരുത്തിയിട്ടുണ്ടാകും. ഇതൊക്കെ അറിയുന്നതുകൊണ്ടല്ലേ മതപരമായിട്ടുള്ള വിഭജനം ലക്ഷ്യമിട്ട് പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുന്നത്, പുതിയ കാര്യങ്ങളല്ല പഴയതിൻ്റെ അപ്ഡേഷൻ കൊണ്ടുവരുന്നത്. നികേഷേ, ഭാരതീയ ജനതാ പാർട്ടിയുടെ നയങ്ങളും പരിപാടികളും നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ചാനലുകളല്ല ഞങ്ങൾ ഏൽപ്പിച്ചത്, ഈ രാജ്യത്തെ ജനങ്ങളാണ്. ആ രാജ്യത്തിലെ ജനാഭിലാഷം BJP നടപ്പിലാക്കും. അത് വളരെ കൃത്യവും ഒളിച്ചുവെപ്പും ഇല്ലാതെ നമ്മൾ പറഞ്ഞതാണ്. ഇനിയിപ്പോൾ രണ്ടാമത് താങ്കൾ ചോദിച്ച ചോദ്യം, നമ്മളിപ്പോഴും ചില ഊഹത്തിൻ്റെയും ചില ധാരണകളുടെ അടിസ്ഥാനത്തിലല്ലേ സംസാരിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടി ഇക്കാര്യത്തിൽ എന്തിനാണ് ഭയമുള്ളത്?
ഞാൻ താങ്കളോട് ചോദിക്കട്ടെ, 2017 മുമ്പും തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നല്ലോ. 2017 മുമ്പ് ഈ രാഷ്ട്രീയ പാർട്ടികൾ ഫണ്ട് ശേഖരിച്ചിരുന്നല്ലോ. അതെങ്ങനെയായിരുന്നു? അത് തുടരണമെന്നാണോ താങ്കൾക്ക് അഭിപ്രായം? ശരി, 2017 അരുൺ ജെയ്റ്റ്ലി കൊണ്ടുവരുമ്പോൾ ഇന്നിവിടെ വലിയ വായിൽ സംസാരിക്കുന്നവരൊക്കെ പാർലമെന്റിൽ ലോക്സഭയിൽ നിയമം വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞിരുന്നോ? അതിങ്ങനെ വേണമെന്ന് സൂചിപ്പിച്ചിരുന്നോ? ചില കാര്യങ്ങൾ നികേഷ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഈ രാജ്യത്ത് അതുവരെ എല്ലാ കള്ളപ്പണത്തിൻ്റെയും അസുതാര്യമായ രീതിയിലുള്ള ഫണ്ട് ശേഖരണമായി രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ടായിരുന്നത്. ചില നിയന്ത്രണങ്ങൾ ഗവൺമെൻറ് കൊണ്ടുവന്നു. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഇത് ആരോടൊക്കെ വാങ്ങണം? SBIയുടെ 25 ശാഖകളിൽ നിന്നും കടപ്പത്രങ്ങൾ വാങ്ങണം. KYC പാലിച്ചു വേണം, അത്തരം സംഘടനകളിൽ നിന്നും വ്യക്തികളിൽ നിന്നും വേണം എന്ന് പറഞ്ഞാൽ കള്ളപ്പണമാണോ? അവരുടെ ലാഭവിഹിതത്തിന് നിശ്ചയ ശതമാനത്തിൽ കൂടുതൽ കൊടുക്കാൻ പാടില്ല. കടപ്പത്ര ലഭ്യതയുടെ വിശദാംശങ്ങൾ ഇലക്ഷൻ കമ്മീഷന് കൈമാറണം. പേരില്ലെങ്കിലും വാങ്ങുന്നവർ അവരുടെ ബാലൻസ് ഷീറ്റിൽ രേഖപ്പെടുത്തണം. ഇത് പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാണല്ലോ. കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിൻ്റെ വെബ്സൈറ്റിൽ കമ്പനികളുടെ ബാലൻസ് ഷീറ്റ് കിട്ടുമല്ലോ. അതിനകത്തും ഇതൊക്കെ ഉണ്ടാകുമല്ലോ. ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ ചോദിക്കട്ടെ, ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ യാതൊന്നും ഒളിച്ചു വെക്കാനില്ല. ഞങ്ങൾ കക്ഷി ചേർന്നിട്ടില്ലല്ലോ. ഇതിന് ആശങ്ക രേഖപ്പെടുത്തിയത് ഇലക്ഷൻ കമ്മീഷൻ കോടതി നോട്ടീസ് അയച്ചു. ഇലക്ഷൻ കമ്മീഷനും അന്നത്തെ RBIയും ചില ആശങ്കകൾ രേഖപ്പെടുത്തി. എൻ്റെ സാർ മുന്നോട്ട് പോയി. BJP ഇതിനകത്ത് അശേഷം ഭയക്കുന്നില്ല. ഞങ്ങൾക്ക് പണം തരുന്നവർ ആരൊക്കെയാണ് എന്ന് അറിഞ്ഞു പോയാൽ ഞങ്ങൾക്ക് ഒരു ഭയവും ഇല്ല. ഞങ്ങൾക്ക് എന്തിനാണ് ഭയക്കുന്നത്? മാത്രമല്ല, ഇവിടെ ഭയക്കുന്നത് നേരത്തെ തന്നെ കോൺഗ്രസ് പ്രതി പറഞ്ഞു, അവർക്കാണ് ഭയം. അരുൺ നികേഷ്, ഇത് പുറത്തു വന്നാൽ പ്രതിപക്ഷത്തിൻ്റെ ഭയം എന്താ? ഞങ്ങൾക്ക് കിട്ടുന്നത് ഭരണകക്ഷി അറിഞ്ഞു പോയാൽ അത് ആ കമ്മിറ്റികളെ, എനിക്ക് തോന്നുന്നു ഒരു പദമുണ്ട് അതിനകത്ത്, വിക്ടിമൈസിങ് ചെയ്യപ്പെടും. അതുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ 17 അവരതിനെ പിന്തുണച്ചതല്ലേ. ഇനി ഞങ്ങൾ ഇപ്പോഴും പറയുന്നു പുറത്തു വിട്ടോട്ടെ. BJP സംബന്ധിച്ചിടത്തോളം അതുവരെ 2017 വരെ ഉണ്ടായിരുന്ന കള്ളപ്പണം ശേഖരിക്കുന്നതിന് ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. ഇനി കൂടുതൽ നിയന്ത്രണങ്ങളും കൂടുതൽ സുതാര്യതയും കോടതി പറയുന്നുവോ? സ്വീകരിക്കാം. ഇതിലെന്താണ് BJPക്ക് തർക്കമുള്ളത്? താങ്കളാണല്ലോ, അല്ലെങ്കിൽ താങ്കളുടെ രാഷ്ട്രീയ പാർട്ടിയാണല്ലോ ഇതിലെ ഹർജിക്കാരൻ. ഇങ്ങനെയാണോ കാര്യങ്ങൾ? ഒന്ന്, ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത BJPയുടെ പ്രതിനിധി, അദ്ദേഹം ഇലക്ട്രൽ ബോണ്ട് സിസ്റ്റത്തെക്കുറിച്ച് കാര്യമായി മനസ്സിലാക്കിയിട്ടില്ല എന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ലാഭവിഹിതത്തിൻ്റെ നിശ്ചിത ശതമാനം മാത്രമേ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഇലക്ട്രൽ ബോണ്ടായി നൽകാൻ പാടുള്ളൂ എന്നാണ് അദ്ദേഹം ധരിച്ചു വെച്ചിരിക്കുന്നത്. അതെല്ലാം BJP സർക്കാർ മാറ്റിയിട്ടുണ്ട്. കമ്പനികൾക്ക്, രാഷ്ട്രീയ പാർട്ടികൾക്ക് വളഞ്ഞ വഴിയിലൂടെ സംഭാവനകൾ നൽകുന്നതിന് വേണ്ടിയുള്ള ഏർപ്പാടാണ് ഒരുക്കിയിട്ടുള്ളത്. പിന്നെ 6566 കോടി രൂപ BJPക്ക് ഇലക്ട്രൽ ബോണ്ടായിട്ട് നൽകിയിട്ടുള്ള കോർപ്പറേറ്റ് കമ്പനികൾ നരേന്ദ്രമോദിയുടെ ആ നെഞ്ചു വലിപ്പം കണ്ടിട്ടാണ് ഈ പണമൊക്കെ കൊടുത്തതെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം ബുദ്ധിശൂന്യരാണ് ഇന്ത്യയിലെ ജനത എന്ന് നിങ്ങൾ കണക്കുകൂട്ടുന്നുണ്ടാവാം. പക്ഷേ ഇത് തെറ്റാണ്. ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾക്ക് നിങ്ങൾ നൽകിയിട്ടുള്ള തെറ്റായതും വഴിവിട്ടതുമായിട്ടുള്ള സഹായങ്ങളുടെ പ്രതിഫലമായിട്ടാണ് ഈ പണം മുഴുവൻ BJPക്ക് കിട്ടിയിട്ടുള്ളത്. BJP ആരോടൊക്കെയാണ് കോർപ്പറേറ്റ് ഫണ്ടിങ്ങിന് വേണ്ടി, ഇലക്ട്രൽ ബോണ്ടിന് വേണ്ടി ആവശ്യപ്പെട്ടതെന്ന് നിങ്ങൾക്ക് BJPക്ക് തന്നെ അറിയാലോ. നിങ്ങളൊന്ന് വെളിപ്പെടുത്തിയാൽ മതിയല്ലോ ആരോടൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം. ED റെയ്ഡ് നടത്തുകയും ആ റെയ്ഡിൻ്റെ തുടർച്ചയിൽ BJPയുടെ ഓഫീസിലേക്ക് ഇങ്ങനെ പണം എത്തുകയും ചെയ്തിട്ടുള്ള സംഭവങ്ങൾ പലരും നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളതുമാണ്. പിന്നെ കോൺഗ്രസ് ഇപ്പോൾ ഇത് സംബന്ധിച്ച് വലിയ പ്രസ്താവനകൾ ഇറക്കുന്ന കോൺഗ്രസ് പാർട്ടിയോട് എനിക്ക് പറയാനുള്ളത്, ഈ ഇലക്ട്രൽ ബോണ്ട് നിയമത്തിൻ്റെ മുകളിൽ മാറ്റങ്ങൾ വരുത്തിയപ്പോൾ അതിനോട് കോൺഗ്രസിൻ്റെ പ്രതികരണം എന്തായിരുന്നു? അതിൻ്റെ തുടർച്ചയിൽ നമ്മൾ കണ്ടിട്ടുള്ള എന്താണ്? ഇലക്ട്രൽ ബോണ്ട് വാങ്ങുന്നതിന് വേണ്ടി നെട്ടോട്ടോടുന്ന കോൺഗ്രസിനെയാണ്. കോൺഗ്രസ് വാങ്ങിയിട്ടുള്ള തുക എത്ര? 1123 കോടി രൂപയാണ് ഇലക്ട്രൽ ബോണ്ടായിട്ട് വാങ്ങിയിട്ടുള്ളത്. കോൺഗ്രസിനും പറയാലോ ആരോടൊക്കെയാണ് ഇലക്ട്രൽ ബോണ്ടിന് വേണ്ടി അഭ്യർത്ഥിച്ചിട്ടുള്ളത് എന്നുള്ളത്. രാഹുൽ ഗാന്ധി തെക്കോട്ടും വടക്കോട്ടും നടക്കുന്നത് കണ്ടിട്ട് സങ്കടമുള്ളത് കൊണ്ട് കോർപ്പറേറ്റുകൾ കൊടുത്തതാണ് ഈ തുക എത്രയെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടോ? നിങ്ങൾ കോൺഗ്രസ് വഴിവിട്ട നിലയിൽ കോർപ്പറേറ്റുകളെ സ്വാധീനിച്ച് സംഘടിപ്പിച്ചിട്ടുള്ളതാണ് ഈ തുകയും അത്രയൊന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അഭിമാനത്തോടുകൂടി CPIMൻ്റെ പ്രതിനിധി എന്ന നിലയിൽ എനിക്ക് പറയാൻ പറ്റും, കോർപ്പറേറ്റ് ഫണ്ടിനെ കുറിച്ച്, ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് തുടക്കം മുതൽ തന്നെ ശരിയായ നിലപാടെടുക്കുകയും യാതൊരു പൈസയും ഇലക്ട്രൽ ബോണ്ടിലൂടെ കൈപ്പറ്റുകയില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ
പ്രതിനിധിയാണ് ഞാൻ ശരി, എന്നുള്ളതിൽ ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തിനകത്ത് നാളെ ഇക്കാര്യത്തിലൊരു വ്യക്തത വരും എന്നാണോ കരുതുന്നത്? അല്ലെങ്കിൽ 15-ാം തീയതി ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ പോർട്ടലിൽ പ്രസിദ്ധപ്പെടുത്തുന്നതോടുകൂടിയെങ്കിലും വ്യക്തത വരുമെന്നാണോ കരുതേണ്ടത്? തുടങ്ങിയ അഭ്യൂഹങ്ങളും ആശങ്കകളും നിലനിൽക്കുകയാണ്. രണ്ട് കാര്യങ്ങളാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ ധന്യ രാജേന്ദ്രൻ അത് വിശദമായി പറഞ്ഞുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. നോക്കൂ, ഇവിടെ ശ്രീ ശ്രീനിവാസൻ കൃഷ്ണൻ, തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസ് പാർട്ടിക്ക് ലഭിച്ചിട്ടുള്ള ഇലക്ട്രൽ ബോണ്ടുകൾ അത് ആരൊക്കെയാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്? BJPക്ക് ലഭിച്ചിരിക്കുന്ന ഇലക്ട്രൽ ബോണ്ടുകൾ പർച്ചേസ് ചെയ്തത് ആരാണ്? തുടങ്ങിയ കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ ഒരു വോട്ടർ എന്നുള്ള നിലയിൽ എനിക്ക് ഇക്കാര്യത്തിൽ ഒരു തെളിമയുണ്ടാവൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ക്വിഡ് കണ്ടുപിടിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ്. വ്യക്തത ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ ശ്രീനിവാസൻ കൃഷ്ണൻ? തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ ഈ മൊത്തം ലഭിച്ചതിന്റെ വലിയൊരു ശതമാനം ഇന്ത്യയിലെ മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും കൂടി കൂട്ടിയതിന്റെ എത്രയോ മടങ്ങാണല്ലോ ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രം കിട്ടിയിരിക്കുന്നത്. ഇപ്പൊ റിലയൻസ് പോലെ അല്ലെങ്കിൽ അഡാനി പോലുള്ള ഒരു കമ്പനി 100 കണക്കിന് കോടിയുടെ ബോണ്ട് മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് ആർക്കാ കിട്ടിയെന്നുള്ളത് സാമാന്യ ബുദ്ധി പോലെ ഏതൊരു കൊച്ചുകുട്ടിക്ക് മനസ്സിലാക്കാവുന്ന കാര്യമല്ലേ. അപ്പൊ അത് വളരെ ക്ലിയർ ആണ്. അല്ലെങ്കിൽ ഒരു ഇൻകം ടാക്സ് റെയ്ഡ്, നേരത്തെ പറഞ്ഞ പോലെ മാധ്യമപ്രവർത്തകന്റെ സുഹൃത്ത് പറഞ്ഞ പോലെ ഒരു ഇൻകം ടാക്സ് റെയ്ഡ് നടന്ന കമ്പനി അല്ലെങ്കിൽ ED റെയ്ഡ് നടന്ന കമ്പനി റെയ്ഡിന് ശേഷം 10 ദിവസത്തിനുള്ളിൽ 10 കോടി രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വളരെ ക്ലിയർ അല്ലേ എങ്ങനെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇത് സുതാര്യതയ്ക്ക് വേണ്ടി പുറപ്പെട്ടത് ഇത് സ്വകാര്യതയിലേക്ക് അവസാനിച്ചു. പച്ച മലയാളത്തിൽ പറഞ്ഞ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞ പോലെ സുതാര്യത എന്ന് പറഞ്ഞിട്ടാണ് ഇത് അവതരിപ്പിച്ചത്. പക്ഷെ ഇത് തീർത്തും സ്വകാര്യതയിലേക്ക് മാറി. പിന്നെ മാത്രമല്ല, കോർപ്പറേറ്റുകളെ വരക്കി നിർത്താനും കോർപ്പറേറ്റുകളെ ഭീഷണിപ്പെടുത്തി അവരിൽ ഫണ്ട് കളക്ഷനുള്ള ഒരു ഇതായി. ഇപ്പൊ എന്റെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സുഹൃത്തിനോട് പറഞ്ഞ ഒരുതരം മാസപ്പടി ആ രേഞ്ചിലെ ഇപ്പൊ അദ്ദേഹത്തിന് ആ ഭാഷയിൽ പറഞ്ഞ ചിലപ്പോൾ മനസ്സിലായിരിക്കും. കാരണം കോൺഗ്രസിന് മേലെ കുതിര കയറുന്ന കണ്ടു. ഇത് ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരളത്തിൽ നടക്കുന്ന മാസപ്പടിയുടെ വേറൊരു ഇത്. കാരണം വലിയ കോർപ്പറേറ്റുകൾ ഡൊണേഷൻ കൊടുക്കുക, ഒരു പോളിസി എടുക്കുക. ഞാൻ ഒറ്റ ഉദാഹരണം തരാം. ഇപ്പം റിലയൻസ് പോലൊരു കമ്പനികൾ റഷ്യയിൽ നിന്നുള്ള ഓയിൽ ഇമ്പോർട്ട് ചെയ്തിട്ട് തുച്ഛമായ വിലയ്ക്ക് ഇന്റർനാഷണൽ മാർക്കറ്റിലെ ലെവലിൽ റിഫൈൻഡ് പ്രൊഡക്ട്സ് കൊടുത്തിട്ടുണ്ട്. വിൻഫോൾ പ്രോഫിറ്റ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ പ്രോഫിറ്റുമുള്ള ടാക്സേഷൻ ഒരു 5% 10% ഗവൺമെന്റ് പോളിസി മാറ്ററായിട്ട് ഇങ്ങോട്ടോ അങ്ങോട്ടോ തിരിച്ചാൽ ആ കമ്പനിക്ക് കിട്ടുന്ന ലാഭം ആയിരക്കണക്കിന് കോടി രൂപയാണ്. ആ ആയിരക്കണക്കിന് കോടി രൂപ ലാഭം ലഭിക്കുമ്പോൾ ഒരു 100 കോടി ഭരണകക്ഷത്തിന് കൊടുക്കുന്നു, അല്ലെങ്കിൽ 200 കോടി ഭരണകക്ഷിക്ക് കൊടുക്കുന്നു. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈവൻ വലിയ കോർപ്പറേറ്റ്സ് ജനാധിപത്യത്തിൽ 2 പാർട്ടികൾക്കും കൊടുക്കണമെന്ന് വെച്ചാൽ തന്നെ പേടിച്ചിട്ട് നൽകുന്നില്ല. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് 2019 കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഭരണകക്ഷിക്ക് 2555 കോടിയും പ്രധാന പ്രതിപക്ഷ കക്ഷിക്ക് 300 കോടിയും. ഇത് നിരന്തരമായിട്ട് മാത്രമല്ല, ഓരോ വർഷവും കോൺഗ്രസിന് കിട്ടുന്ന എമൗണ്ട് കുറഞ്ഞു വരികയും ഭാരതീയ ജനതാ പാർട്ടിക്ക് കിട്ടുന്ന എമൗണ്ട് കൂടി വരികയും. എന്റെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സുഹൃത്ത് എന്നോട് പറയരുത് ഞങ്ങളുടെ പാർട്ടിയുടെ പോപ്പുലാരിറ്റി കൊണ്ട് അത് കിട്ടുമെന്ന്. അതല്ല, ഇത് പേടി കൊണ്ട് കൊടുക്കുന്നതാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അതിനകത്ത് നേരത്തെയൊക്കെ കൊടുത്തിരുന്നത് എങ്ങനെയാ വെച്ചാൽ ഇൻകം ടാക്സ് ആക്ടില് പ്രീവിയസ് 3 ഇയേഴ്സിന്റെ പ്രോഫിറ്റിന്റെ 7.5% കൊടുക്കാൻ പാടുള്ളൂ. മാത്രമല്ല, ഏത് പൊളിറ്റിക്കൽ പാർട്ടിക്ക് കൊടുക്കണം എന്നുള്ളത് സുതാര്യമായിട്ട് വ്യക്തമാക്കണം. അത് ഫിനാൻസ് ബില്ല് 2017 ആ അമെന്റ്മെന്റ് എടുത്ത് മാറ്റി എത്ര വേണമെങ്കിലും കൊടുക്കാം. അതായത് 10 കോടി കിട്ടിയ ഒരു പ്രോഫിറ്റുള്ള കമ്പനിക്ക് 10 കോടിയും ഡൊണേഷൻ ആയിട്ട് കൊടുക്കാം ഭരണകക്ഷിക്ക്. ആരും ചോദിക്കാനില്ല. ഇപ്പൊ 10 കോടിയുള്ള ഒരു പ്രോഫിറ്റുള്ള കമ്പനി 2.5 കോടിയോ 3 കോടിയോ ഗവൺമെന്റിൽ ടാക്സ് കൊടുക്കുന്നതിന് പകരം ഭാരതീയ ജനതാ പാർട്ടിക്ക് ഭരണകക്ഷിക്ക് 10 കോടിയുടെ ഡൊണേഷൻ കൊടുത്താൽ ടാക്സ് കൊടുക്കണ്ട. പൊതുഖജനാവിലേക്ക് വരുന്ന ഫണ്ട് ഭരണകക്ഷിയുടെ ഫണ്ടിങ്ങിനായിട്ട് പോവുകയാണ്. അപ്പൊ ഇതിനകത്ത് യാതൊരു സുതാര്യതയും ഇല്ല. കാരണം സുതാര്യതയില്ലാതെ എന്ത് ജനാധിപത്യം? നമുക്ക് അവകാശമില്ല സാധാരണ. അതുകൊണ്ടാണല്ലോ സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ട് റദ്ദ് ചെയ്തിരിക്കുന്നത്. ഈ കാര്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഭരണകക്ഷിയുടെ സുഹൃത്ത് പറഞ്ഞു ഞങ്ങൾക്ക് ഇത് പേടിയില്ലാന്ന്. പിന്നെ എന്തിനാ നിങ്ങളുടെ അറ്റോർണി ജനറലൊക്കെ കോടതിയിൽ വന്ന് നഖശികാന്തം എതിർത്തത്? ഇതിനെ എന്തിനാണ് നിങ്ങളുടെ കൺട്രോളിലുള്ള ഭാരതീയ സ്റ്റേറ്റ് ബാങ്ക് ഇത് കൊടുക്കാത്തത്? സുപ്രീം കോടതി പറഞ്ഞില്ലേ, ഒരു അഫിഡാവിറ്റ് കൊടുത്തിരിക്കുന്നത് സുപ്രീം കോടതിയിൽ 5 അംഗ ഭരണഘടനാ ബെഞ്ചിന് കൊടുത്തിരിക്കുന്നത് ഒരു അസിസ്റ്റന്റ് ജനറൽ മാനേജറെ കൊണ്ടാ. അവര് പറഞ്ഞിരിക്കുന്നത് ഇന്ന് സുപ്രീം കോടതിയുടെ വിധിയിൽ പറഞ്ഞിട്ട് നാളെ അത് കൊടുക്കുമ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ അഫിഡാവിറ്റ് കൊടുക്കണമെന്ന്. ഇത്ര ലഘൂകരിച്ചിട്ടാണോ കാണുന്നത്? എന്താണ് കിട്ടാനുള്ളത്? ഇന്ന് 1 മണിക്കൂറിനുള്ള കൊടുക്കാനുള്ള ഡീറ്റെയിൽസ് കയ്യിലുണ്ടെന്ന് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് പറഞ്ഞല്ലോ. എന്തിനാണ് BJPയുടെ പ്രതിനിധിയിൽ നിന്ന് വാങ്ങിച്ചോളാം. പക്ഷേ ധന്യ രാജേന്ദ്രൻ, ഇതിനകത്ത് വിദേശ കമ്പനികളുടെ ഇന്ത്യയിലെ സബ്സിഡറികൾ പണം വിതറിയിട്ടുണ്ട് എന്ന സംശയമുണ്ടാകാനുള്ള അടിസ്ഥാനം എന്താണ്?
ഇല്ല, ഇതെല്ലാം നമ്മളുടെ ഇപ്പോഴത്തെ സംശയങ്ങൾ മാത്രമാണ്. പക്ഷെ എനിക്ക് ഈ BJP സ്പോക്സ് പേഴ്സൺ പറഞ്ഞ 1-2 കാര്യങ്ങളെ ഒന്ന് എതിർക്കാനുണ്ട്. ഒന്ന്, BJPക്ക് ഭയമില്ല എന്ന കാര്യം. BJPക്ക് ഭയമില്ലെങ്കിൽ പിന്നെ ആദ്യം തന്നെ പറയാമല്ലോ, ഇലക്ടോറൽ ബോണ്ട് ഡേറ്റയൊക്കെ നിങ്ങൾ പബ്ലിക് ആക്കിക്കോളൂ. ഇനി സുപ്രീം കോടതിയുടെ വിധിക്ക് വന്നതിന് ശേഷം SBI എന്തുകൊണ്ട് വീണ്ടും സമയം ചോദിച്ചു? അപ്പൊ BJPക്കോ അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെന്റിനോ ഈ ഒരു ഡേറ്റ പുറത്തു വരണമെന്ന ആഗ്രഹമില്ല എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാവുന്ന കാര്യമാണ്. 2, ഫോറിൻ കമ്പനീസ് മാത്രമല്ല, ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ട്. ഒന്ന്, സെക്ഷൻ 182 ഓഫ് ദ കമ്പനീസ് ആക്ടിനെ ഇവർ ഫൈനാൻസ് ആക്ടിലൂടെ അമെൻഡ് ചെയ്തു. അതായത് മുൻപൊക്കെ ഡൊണേറ്റ് ചെയ്യുമ്പോൾ ഒരു കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഡൊണേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അതും അവരുടെ പ്രോഫിറ്റിന്റെ 7.5% പൈസ മാത്രമേ ഡൊണേറ്റ് ചെയ്യാൻ പാടുള്ളൂ. BJP കൊണ്ടുവന്ന അമെൻമെന്റ് എന്താണെന്ന് വെച്ചാൽ ഏത് കമ്പനിക്കും പൈസ ഡൊണേറ്റ് ചെയ്യാം, എത്ര പൈസ വേണമെങ്കിൽ ഡൊണേറ്റ് ചെയ്യാം. അത് മാത്രമല്ല, ആ ഡിക്ലറേഷൻ, അതായത് ഇപ്പൊ ഞാനൊരു കമ്പനി ആണെങ്കിൽ എന്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഞാൻ പൊളിറ്റിക്കൽ ഡൊണേഷൻ 10 കോടി കൊടുത്തു എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഞാൻ ഏത് പാർട്ടിക്കാണ് അത് കൊടുത്തതെന്ന് വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നാണ് സെക്ഷൻ 182 ഓഫ് ദ കമ്പനീസ് ആക്ടിനെ അമെൻഡ് ചെയ്തത്. അപ്പൊ ഇവിടെ പ്രശ്നം എന്താണ്? ഒരുപാട് ഷെൽ കമ്പനീസ്, അതായത് ഇതിനു വേണ്ടി ക്രിയേറ്റ് ചെയ്ത ഷെൽ കമ്പനീസായി പ്രവർത്തിക്കുന്ന കമ്പനീസ്, ഇവരെല്ലാവരും ഇതിന് ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. ഇൻഫാക്ട് ഞങ്ങളുടെ ഒരു സ്റ്റോറി 2-3 ദിവസം വരാനിരിക്കുകയാണ് ഷെൽ കമ്പനീസിനെ കുറിച്ചിട്ട്. അതായത് ആൾക്കാർ ഭയം കൊണ്ട് ഡൊണേറ്റ് ചെയ്യാണ്. ഞങ്ങൾ കൊടുത്ത ലിസ്റ്റ് 30 കമ്പനികൾ മാത്രമാണ്. ഈ 30 കമ്പനികൾ BJP കൊടുത്തത് 350 കോടി രൂപയാണ്. ഈ ലിസ്റ്റ് അല്ലാതെ എനിക്ക് ഉറപ്പാണ് ഒരുപാട് കമ്പനികൾ, റെയ്ഡ് നടന്നുകൊണ്ട് മാത്രം BJP കൊടുത്ത ഒരുപാട് കമ്പനികളുണ്ട്. ഇത് BJP മാത്രം ഒരു പ്രശ്നമല്ല. ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഒരുപാട് റീജിയണൽ പാർട്ടീസിനും ധാരാളം പണം ആക്ച്വലി ഇലക്ടോറൽ ബോണ്ട്സിനോട് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സ്റ്റേറ്റ് ഗവൺമെന്റുകളെല്ലാം എന്ത് ക്വിഡ് പ്രോക്കോ ആണ് നടത്തിയത്, ഏത് രീതിയിലാണ് ഈ കമ്പനികൾ ഒരു പോളിസി ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിച്ചത്, ഇത് BJPയുടെ മാത്രം പ്രശ്നമല്ല. ഇന്ത്യൻ ജനത എന്ന നിലയ്ക്ക് എന്താണ് കോർപ്പറേറ്റ് പൊളിറ്റിക്കൽ നെക്സസ് എന്ന് അറിയാനുള്ള അവകാശം ഇവിടെ എല്ലാ ജനങ്ങൾക്കും ഉണ്ട്. അതാണ് സുപ്രീം കോടതി പറയുന്നത്. ദർ ഇസ് നോ നീഡ് ഫോർ അനോണിമിറ്റി. ഏത് പാർട്ടിക്ക് എന്തിന് ഏത് കമ്പനി കൊടുത്തു എന്ന് അറിയാനുള്ള അവകാശം ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട്. ശ്രീ ജയേന്ദ്രമാഷെ, ധന്യക്ക് മറുപടി. അല്ല, ധന്യക്ക് ഓർമ്മയുണ്ടോ 2017 മുമ്പിൽ എങ്ങനെയായിരുന്നു സംഭാവന കിട്ടിയത്? ആർക്കൊക്കെ ഏത് മാനദണ്ഡ പ്രകാരമായിരുന്നു എന്ന്? നികേഷ്, ആവേശത്തിൽ നമുക്ക് പലതും പറയാം. കോൺഗ്രസ് പ്രതിനിധി അംബാനി റിലേ അല്ല, ദയവേത് മേഡം ഒരു മര്യാദ വേണ്ടേ? നിങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ താങ്കള് ചോദിച്ചപ്പോ മറുപടി പറഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. പറഞ്ഞോളൂ, വിശദീകരിച്ചോളൂ. അല്ല അങ്ങനെയല്ല, ഇവരൊക്കെ ചോദിക്കുന്നതിന് അതാത് സമയത്ത് നികേഷ് എനിക്ക് മറുപടി ഉണ്ട്. അങ്ങനെയല്ല ശ്രീ ടി പി ജയചന്ദ്രൻ, ധന്യ രാജേന്ദ്രനോട് മാത്രമായി താങ്കൾ ഒരു ചോദ്യം ചോദിച്ചപ്പോ തന്നെ വിചാരിച്ചിട്ടുണ്ടാവും താങ്കൾ അവരോട് ചോദ്യം ചോദിക്കുകയാണെന്ന്. ഇല്ല, പറഞ്ഞോളൂ. 2017 മുമ്പുള്ളത് അവരവർ അവസരം വരുമ്പോൾ പറഞ്ഞോട്ടെ. നികേഷ്, നിങ്ങൾ എന്തിനാ ധന്യയുടെ വക്കീലാവുന്നത്? അവരുടെ അവസരം വരുമ്പോൾ അവർ പറയട്ടെ. ഞാൻ പറയുന്നത് അംബാനിയെ കുറിച്ചും അദാനിയെ കുറിച്ചും ഒക്കെ പറയാൻ എന്ത് ധൈര്യത്തിലാണ് സഹോദര നിങ്ങൾ ഇരുന്ന്? കടലാസ് പുറത്തു വരുമ്പോൾ വാങ്ങിയതിന്റെ കണക്ക് വരുമ്പോൾ നിങ്ങൾ ഇതേ വാദഗതി കൂടി ഉന്നയിക്കണം. പിന്നെ CPM-നെ പദ്ധതി പറഞ്ഞു നികേഷ്, ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല എന്ന്. ഡിസംബർ 2, 2022 യെച്ചൂരി ഒപ്പിട്ട ഒരു കടലാസ് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിട്ടുണ്ട്. എൻ്റെ സഹോദരന് വാങ്ങിക്കോ? ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഇലക്ട്രൽ ബോണ്ടിൽ 97% ബോണ്ട് വാങ്ങിയ DMK 10 കോടി യെച്ചൂരിയുടെ കയ്യിൽ ഏൽപ്പിച്ചു. മലയാളത്തിൽ ചൊല്ലുണ്ട്, തൂങ്ങിച്ചത്തവൻ്റെ കാലുമൽ കയറാതെ ചെയ്യുക. ഇത് എവിടെ നിന്നാണ്? ഇന്ന് കൊടുത്ത കണക്കിൽ എൻ്റെ MLA കൂടിയാണ്, ഞാൻ സംശയിക്കുന്നു അദ്ദേഹം. സർ, 97 സ്ഥാപനങ്ങളാണ് കേരളത്തിൽ നിങ്ങൾക്ക് സംഭാവന തന്നത്. 33 കോറികൾ. കേരളത്തിൻ്റെ പുറത്ത് 535 സ്ഥാപനങ്ങൾ. ഞാൻ ലിസ്റ്റ് വായിക്കണോ? ഇവിടെ അഭിമാനിച്ചല്ലോ. അബ്കാരി കോൺട്രാക്ടർമാർ, സ്വർണ്ണ വായ്പക്കാർ, മുത്തൂറ്റിൻ്റെ നീല ചിഹ്നത്തിലുള്ള മുത്തൂറ്റ് കമ്പനി, അമൃത ഡിസ്റ്റിലറി, അറിക്കൽ ഗ്രാനൈറ്റ്സ്, സ്വകാര്യ ആശുപത്രികൾ, മണലൂറ്റുകാർ. ഇത് കൊടുത്ത കണക്ക്. കിട്ടാത്ത കണക്ക് വേണം ഞാൻ പറയാം. ബാലുശ്ശേരിയിലെ ബ്രാഞ്ച് സെക്രട്ടറി VP രാജീവൻ 2 കോടി, ഒരു ബ്രാഞ്ച് സെക്രട്ടറി ആവശ്യപ്പെട്ടത് 2 കോടി പാറ നടത്തിപ്പിന്. കേൾക്കണം നിങ്ങൾ. ഇവരൊക്കെ ഇവിടെ വന്നിട്ട് കണക്കിൽ കൂടാതെ പണം കൈവശം വയ്ക്കുകയും മണലൂറ്റുകാരോട് വാങ്ങിയ വേറെ ഒരു മാസപ്പടിയുടെ കണക്കുണ്ട് കേരളത്തിൽ, ഉത്തരം പറയാതെ എന്തിനും പ്രതികരിക്കുന്ന ആളുകൾ ഓടുന്നത്. ഇത്തരം ഒരു കണക്കെങ്കിലും നികേഷ് കൊടുക്കേണ്ടി വന്നത് 2017 നിയമത്തിൻ്റെ പിൻബലം വെച്ചുകൊണ്ടാണ്. എല്ലാം സുതാര്യമാണ്, എല്ലാം തീർന്നു ഒന്നും അഭിപ്രായമല്ല ഞാൻ പറയുന്നത്. 2017 മുമ്പുണ്ടായിരുന്ന ചില സുതാര്യ നടപടിയിലേക്ക് നമ്മൾ പോയി. അതിൻ്റെ ഭാഗമല്ലേ? ഇനി സുപ്രീം കോടതി, സ്വാഭാവികമായിട്ട് സുപ്രീം കോടതി മുമ്പോട്ട് പോട്ടെ. ഞാൻ ഒറ്റ കാര്യം നികേഷ് ശ്രദ്ധപ്പെടുത്തും. സ്വവർഗ വിവാഹ രജിസ്ട്രേഷന് വേണ്ടി 61 ദിവസമാണ് സുപ്രീം കോടതി കേസ് നടത്തിയത്, വാദം നടത്തിയത്. അന്ന് തുഷാർ മേത്ത പറഞ്ഞു, സർ ഇത് എക്സിക്യൂട്ടീവിൻ്റെ ചുമതലയല്ലേ, നമ്മൾ കൈ കടത്തണോ? അവസാനം 61 ദിവസത്തിന് ശേഷം നമ്മളിപ്പോൾ സുപ്രീം കോടതി ആർക്ക് വിട്ടുകൊടുത്തു ഈ കേസ്?
അങ്ങോട്ട് കൊടുത്തു. എത്ര ദിവസം? രണ്ടാമത് ഡെറാഡൂണിലേക്കുള്ള പട്ടാള സൈനിക ക്യാമ്പിലേക്കുള്ള റോഡ് സ്റ്റേ ചെയ്തു. അവസാനം എവിടെയാണ് എത്തിയത്? ഒറ്റ സംസാരം കൊണ്ട് നിർത്തേണ്ടി വന്നു. മുർമു ഇന്ത്യൻ ജുഡീഷ്യറിയുടെ മറ്റൊരു അവതാരം, അദ്ദേഹത്തെ ഇരുത്തി സംസാരിച്ചു. നികേഷേ, എന്തായിരുന്നു? 100 കണക്കിന് SC/ST പാവപ്പെട്ടവർ വിചാരണ തടവുകാരായി കഴിയുന്നുണ്ട്. ഈ 61 ദിവസത്തെ ചർച്ച കൊണ്ട് ഇത്ര. ഞാൻ പറയുന്നത്, ഇപ്പോഴും കോടതി അന്തിമവിധി പറഞ്ഞിട്ടില്ല. അന്തിമവിധി എന്താണെന്ന് വരട്ടെ, അന്ത്യവിധിക്കനുസരിച്ച് ഇനിയും സുതാര്യത കൊണ്ടുവരട്ടെ. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം പാർലമെന്റ് പാസ്സാക്കിയ നിയമത്തെ നടപടിയെടുക്കാൻ സ്വീകരിക്കാൻ പറ്റുമോ? അതിൽ ഏതിലാണ് അന്തിമവിധി വന്നിട്ടില്ല എന്ന് പറയുന്നത്? ും ചില അന്തിമവിധി വന്നോ? ഇപ്പോൾ ഇതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് കോടതി 2017 വിധി തൽക്കാലം നിർത്തുമ്പോൾ 2017 മുമ്പ് ഉള്ള നടന്നാൽ മതി എന്ന് പറയുമ്പോൾ ഇതിനേക്കാൾ സുതാര്യതയുണ്ട് എന്ന് നികേഷ് വിശ്വാസമുണ്ടോ? അല്ലല്ല, എനിക്ക് എന്താ താങ്കൾ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. സുപ്രീം കോടതിയുടെ അന്തിമവിധി ഇന്നല്ല, ഫെബ്രുവരി 15 തന്നെ വന്നു കഴിഞ്ഞിരിക്കുന്നു. അത് നടപ്പാക്കുന്നതിലാണ് ഇന്നിപ്പോ സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ശരി, നമുക്ക് നമ്മൾ തമ്മിലുള്ള ചോദ്യോത്തര പദ്ധതി അല്ലല്ലോ ഇത്. വി ശിവദാസൻ മറുപടി. SBI ഞങ്ങൾ അനുസരിക്കില്ലെന്ന് പറഞ്ഞോ? ശിവദാസൻ മറുപടി. അപഹാസ്യമായ വാദങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയുന്നത് കേൾക്കുമ്പോൾ അത് പറയുന്ന ആൾക്ക് അല്പം എന്താണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് വരണ്ടേ? എന്താണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് മനസ്സിലാക്കാതെ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വരുന്ന സമയത്ത് വേറെ എന്തൊക്കെയാണ് പറയുന്നത്? CPIM അങ്ങ് സംസാരിക്കുമ്പോൾ ഞാൻ ഇടപെട്ടില്ലല്ലോ. അങ്ങ് അബദ്ധങ്ങളുടെ പെരുമഴ ഇവിടെ പെരുമ്പറ മുഴക്കിയിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ കേട്ടിരിക്കുകയാണ് ചെയ്തത്, മറുപടി ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷേ എൻ്റെ സമയം വരുമ്പോൾ പറയാൻ എനിക്ക് പറ്റുമെന്നുള്ളത് കൊണ്ട് അങ്ങനെ നിശബ്ദനായിരുന്നത്. അതുകൊണ്ട് അങ്ങേ ഓർമ്മപ്പെടുത്തുന്നത്, ഇലക്ട്രൽ ബോണ്ടിലൂടെ 1 രൂപയും വാങ്ങാത്തൊരു പാർട്ടിയാണ് CPIM എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അത് അങ്ങ് നിഷേധിച്ചിവിടെ പറയാണ്. അങ്ങ് ആ നിഷേധിച്ച് പറഞ്ഞോ, പക്ഷേ അത് തെളിയിക്കാൻ അങ്ങയുടെ കയ്യിൽ ഒരു തെളിവും ഉണ്ടാവില്ല. അതെല്ലാവർക്കും അറിയുന്ന, ഈ രാജ്യത്ത് പത്രം വായിക്കുന്ന എന്താണ് ഇലക്ട്രൽ ബോണ്ട് സംവിധാനം എന്ന് അറിയുന്നത് എല്ലാവർക്കും വ്യക്തമായി മനസ്സിലാവുന്ന കാര്യമാണ്. BJP വാങ്ങിയിട്ടുള്ള ഈ തുക 6000 കോടിയിലധികം രൂപ, 6669 കോടി രൂപ, 66 കോടി രൂപ. ഈ 66 കോടി രൂപ എങ്ങനെ നിങ്ങൾ വാങ്ങി? 543 മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വേണ്ടിയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പരമാവധി ചെലവഴിക്കാൻ പറ്റുന്ന തുക 95 ലക്ഷമെന്ന്. ഈ 95 × 541 നമ്മുടെ ഗുണിച്ചു കഴിഞ്ഞാൽ 518.85 ലക്ഷം വരിക. തെരഞ്ഞെടുപ്പ് അതെ 543, നമുക്ക് ആകെ കിട്ടുക 518.85 ലക്ഷമാണ്. അപ്പോൾ ഇത്രയും വലിയൊരു തുക നിങ്ങൾ സമാഹരിച്ചെന്തിനാണ്? തെരഞ്ഞെടുപ്പിനകത്ത് കള്ളപ്പണം വിതരണം നടത്തുന്നതിന് വേണ്ടി, ആ കള്ളപ്പണത്തിലൂടെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് വേണ്ടി. അങ്ങനെ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ച് തെരഞ്ഞെടുപ്പിൽ വോട്ട് വിലക്ക് വാങ്ങിയിട്ട് ബ്രിജ്ഭൂഷണെ പോലുള്ള അഴിമതിക്കാരും മറ്റ് പല നിലയിലുള്ള ആക്ഷേപങ്ങൾക്ക് ഇടയാക്കിയിട്ടുള്ള MPമാരെ വീണ്ടും പാർലമെന്റിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ ഈ തുക ചെലവഴിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ കേരളത്തിലുൾപ്പെടെ നിങ്ങൾ കള്ളപ്പണം ഒഴുക്കിയിട്ട് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാമെന്നാണ് കരുതുന്നത്. ആളില്ലെങ്കിലും ഞങ്ങളുടെ കയ്യിൽ പണമുണ്ട് എന്നുള്ള അഹങ്കാരം വെച്ചിട്ട്, ഭരണമുണ്ട്, ആരെയും ഭീഷണിപ്പെടുത്തിയിട്ട് ഞങ്ങൾക്ക് പണം വാങ്ങാൻ കഴിയുമെന്നുള്ള അഹങ്കാരമായിട്ടാണ് BJP രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. RSSും BJPയും ഈ നിലയിൽ സമാഹരിച്ചുകൊണ്ടിരിക്കുന്ന, പല നിലയിൽ സമാഹരിച്ചുകൊണ്ടിരിക്കുന്ന പണമൊക്കെ ഈ രാജ്യത്തെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വ്യത്യസ്ത TP ജയേന്ദ്രൻ പറഞ്ഞത്, നിങ്ങൾ ക്വാറികളുടെ കയ്യിൽ നിന്ന്, സ്വർണ്ണ കച്ചവടക്കാരുടെ കയ്യിൽ നിന്നൊക്കെ തന്നെയും പണം വാങ്ങിയിട്ടുണ്ട്, ഇലക്ട്രൽ ബോണ്ടിലൂടെ വാങ്ങിയിട്ടുണ്ടെന്നല്ല, പണം വാങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ സുതാര്യതാവാദം എങ്ങനെയാണ് അവതരിപ്പിക്കാൻ കഴിയുക എന്നതാണ് ചോദ്യം. ഞങ്ങൾ ഈ കണക്ക്, ഞങ്ങൾ ആരുടെ കൈകളിൽ നിന്നെല്ലാം പണം വാങ്ങിയിട്ടുണ്ടോ അതെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷന് തെറ്റാതെ ഞങ്ങൾ കണക്ക് കൊടുക്കുകയാണ്. ഞങ്ങൾ പറയുന്നത് അത് തന്നെയാണ്. BJP കണക്ക് കൊടുക്ക്. സ്വർണ്ണ കച്ചവടം നടത്തുന്നു എന്നുള്ളത്, സ്വർണ്ണ കച്ചവടക്കാർ മുഴുവൻ ഈ നാട്ടിൽ കള്ളന്മാരാണ് എന്ന് കരുതുന്നവരൊന്നുമല്ല ഞങ്ങൾ. ഒരാൾ കല്ലിൻ്റെ പണിയെടുക്കുന്നുണ്ടെങ്കിൽ അയാൾ, അല്ലെങ്കിൽ മറ്റു നിലയിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ, ജോലി ചെയ്ത് പണം സമ്പാദിക്കുന്നുണ്ട്, അതൊക്കെ അവരൊക്കെ കൊള്ളക്കാരാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളൊന്നുമല്ല ഞങ്ങൾ. പക്ഷേ അധികാരം ഉപയോഗപ്പെടുത്തിയിട്ട് നിങ്ങൾ തെറ്റായ വഴിയിൽ അവരെ സഹായിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. BJP ആ നിലയിൽ സഹായിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും വലിയ തുക നിങ്ങൾ സമാഹരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ ഈ രാജ്യത്തെ ജനങ്ങളാകെ ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് പറയാലോ, നിങ്ങൾ ആരിൽ നിന്നൊക്കെയാണ് ഇലക്ട്രൽ ബോണ്ടിന് വേണ്ടി റിക്വസ്റ്റ് നടത്തിയിട്ടുള്ളത്, അഭ്യർത്ഥിച്ചിട്ടുള്ളത്. അത് നിങ്ങൾ തന്നെ അങ്ങ് പറഞ്ഞാൽ തന്നെ എത്ര വ്യക്തതയുണ്ടാവും. അഭിമാനത്തോടു കൂടി പറയാൻ എന്തുകൊണ്ടാണ് പറ്റാത്തത്?
തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഈ തുക പ്രസിദ്ധീകരിക്കപ്പെടണമെന്ന് കോടതി പറയുമ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് ഒരു വേവലാതി? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ കണക്ക് അവതരിപ്പിക്കുന്നത് ഇനി നീട്ടിക്കൊണ്ടു പോകണമെന്ന് പറയുന്നത് ആരുടെ താല്പര്യപ്രകാരമാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ടോ? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർക്ക് ഒരുപക്ഷെ അവർ കഴിയുന്നുണ്ടാവും. നേരത്തെ അംബാനിക്ക് സഹായം ചെയ്തു കൊടുത്തപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെയർപേഴ്സൺ സ്ഥാനത്ത് നിന്ന് പോയതിനു ശേഷം പിന്നീട് റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ഡയറക്ടറായിട്ട് ഒരാൾ വന്നു. ഈ ഞങ്ങൾക്ക് എന്തിനു ഭയക്കണം? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തലപ്പത്ത് നിന്ന് പോയാൽ നാളെ ഞങ്ങളെ സംരക്ഷിക്കാൻ BJP ഉണ്ടാവും. കാരണം ആ 6600 കോടിയാണല്ലോ സമാഹരിച്ച് കയ്യിൽ വെച്ചിട്ടുള്ളത്. വർഷങ്ങൾ കൊണ്ട് ഞങ്ങൾ ശമ്പളമായി വാങ്ങുന്ന തുകയേക്കാൾ വലിയ തുക BJPയിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുമെന്നുള്ളതുകൊണ്ട് കോടതിയൊന്നും ഒരു പക്ഷേ ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്ക് വലിയ വിലയൊന്നും ഉണ്ടാവണമെന്നില്ല. ശരി, അതുകൊണ്ട് ഞങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, കാലം മാറും എന്നുള്ളതാണ്. എക്കാലത്തും BJP തന്നെയായിരിക്കും അധികാരത്തിലെന്ന് നിങ്ങൾ ധരിച്ചു വെക്കാൻ പാടില്ല. കാലം മാറും, ഭരണവും മാറും. BJPയുടെ ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിക്ക് കാരണക്കാരായ ആളുകൾ ഒരു നാൾ ജയിലറയിലെത്തും എന്നുള്ളത് തന്നെയാണ് ഇന്ത്യ കാണാനിരിക്കുന്ന ഡോക്ടർ വി ശിവദാസൻ. നോക്കൂ, CA വരുന്നു, 370 വരുന്നു, രാമക്ഷേത്രം വരുന്നു, ഏകീകൃത സിവിൽ കോഡിന്റെ ആഹ്വാനങ്ങൾ ഉണ്ടാകുന്നു, ഭരണഘടനാ മാറ്റം ഉണ്ടാകാൻ പോകുന്നു, 3/2 ഭൂരിപക്ഷം ലഭിക്കുകയാണ് എങ്കിൽ ഒരു BJPയുടെ MP തൊട്ടടുത്ത സംസ്ഥാനത്ത് നിന്ന് പറയുന്നു. രാഷ്ട്രീയം കുറെ കൂടി മുറുകുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ. ശ്രീ ശ്രീനിവാസൻ കൃഷ്ണൻ നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ CA, NRC, 370, രാമക്ഷേത്രം, ഏകീകൃത സിവിൽ കോഡിൻ്റെ ആഹ്വാനങ്ങൾ, ഭരണഘടനാ മാറ്റം തന്നെ ഉണ്ടാകും, 3/2 ഭൂരിപക്ഷം ലഭിക്കുകയാണ് എങ്കിൽ എന്ന് തൊട്ടടുത്ത സംസ്ഥാനത്ത് നിന്ന് പ്രഖ്യാപനം വരുന്ന ഒരു BJP MP-യുടെ ഭാഗത്ത് നിന്ന് വെറുമൊരു രാമക്ഷേത്ര നിർമ്മാണത്തിലായിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് BJP മത്സരിക്കുക എന്നാണ് കരുതിയതെങ്കിൽ അതിനപ്പുറത്തേക്ക് എല്ലാ അജണ്ടകളും തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു. ആ നെറേറ്റീവിന് ബദൽ നെറേറ്റീവ് ഉണ്ടോ പ്രതിപക്ഷ പാർട്ടികൾക്ക്, ഇന്ത്യ ബ്ലോക്കിന്? തീർച്ചയായിട്ടും ശ്രീ രാഹുൽ ഗാന്ധി ഇപ്പൊ ഭാരത് ജോഡോ യാത്ര സെക്കൻഡ് ഫേസിൽ നടത്തുന്നത് ഇത് തന്നെയല്ലേ? അദ്ദേഹം പറയുന്നത് എന്താ? നിങ്ങൾ തൊഴിലില്ലായ്മയെ കുറിച്ച് സംസാരിക്കൂ, നിങ്ങളുടെ സാമ്പത്തിക നയങ്ങളെ കുറിച്ച് സംസാരിക്കൂ, നിങ്ങൾ വിലക്കയറ്റത്തെ കുറിച്ച് സംസാരിക്കൂ, നിങ്ങളുടെ സാധാരണ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് സംസാരിക്കൂ, എന്ത് നയപരമായ തീരുമാനങ്ങളാണ് നിങ്ങൾ എടുക്കണേന്ന് പറയൂ. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാതെ അതിൽ നിന്ന് ഫോക്കസ് ഡൈവേർട്ട് ചെയ്ത് വൈകാരികമായ ഇഷ്യൂസിലേക്ക് ഡൈവേർട്ട് ചെയ്യുക, അതൊരു പൊളിറ്റിക്കൽ ടാക്ടിക് മാത്രമാണ്. കാരണം ഇവിടെ തൊഴിലില്ലായ്മയുടെ കേസിനെ സംബന്ധിച്ചോളം സമ്പൂർണ്ണ പരാജയ. രാജ്യം കണ്ട ഏറ്റവും വലിയ തൊഴിലില്ലായ്മയാണ് ചെറുപ്പക്കാർ ഇവിടെ നേരിടുന്നത്. വിലക്കയറ്റം എല്ലാവർക്കും ഞാൻ പറയുന്നു, ഏത് വീട്ടമ്മയോട് ചോദിച്ചാലും പറയാലോ എന്താണ് വിലക്കയറ്റം. ഇപ്പൊ ഗ്യാസിന്റെ വില കൂട്ടി, 400 ഉണ്ടായിരുന്നത് അത് വില കുറയ്ക്കുന്നൊക്കെ പറഞ്ഞിട്ട് അധികാരത്തിൽ വന്നവരാണ്. 1000 ചില്ലാൻ രൂപയായപ്പോ ഇലക്ഷന് മുമ്പ് ഇപ്പൊ ഇന്റർനാഷണൽ ദേശീയ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ 100 രൂപ കുറച്ചിട്ടുണ്ട്. പക്ഷെ വിലയെത്ര കൂട്ടി? അപ്പൊ അവർക്ക് അറിയാം ജനങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നം ഇതാണെന്ന് പറയുമ്പോൾ അതിൽ നിന്ന് വൈകാരികമായ ഇമോഷണൽ ഇതിലേക്ക് അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യുക. അതല്ലേ 4 കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പൊ പൗരത്വ നിയമ ബില്ല് ഇപ്പൊ അതിന്റെ റൂൾസ് ഇപ്പൊ നോട്ടിഫൈ ചെയ്യുന്നേ. ഇലക്ഷന്റെ നോട്ടിഫിക്കേഷൻ വരാൻ 100-ൽ താഴെ മണിക്കൂറുകൾ മാത്രമുള്ളപ്പോൾ ഈ 4 കൊല്ലം മിണ്ടാതിരുന്നവരെ ഇപ്പൊ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്ത് വൈകാരികമായിട്ട് ഒരുതരം പൊളാരിറ്റി സൊസൈറ്റിയിൽ ഉണ്ടാക്കാൻ, വിഭാഗീയത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇമോഷൻ വിപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാ. അവരും വിലക്കയറ്റത്തെ കുറിച്ച് ചർച്ചയില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും പ്രധാനമന്ത്രി വിലക്കയറ്റത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടോ? എങ്ങനെ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്താന്ന് പറഞ്ഞിട്ടുണ്ടോ? മതത്തെക്കുറിച്ചും ജാതിയെക്കുറിച്ചും സംസാരിച്ചാൽ മതി എന്നുള്ളതാണ് ഇന്ത്യയിലെ സാമൂഹ്യ യാഥാർത്ഥ്യം. സാധാരണക്കാരനെ വിപ്പപ്പ് ചെയ്യുക, സാധാരണക്കാരനെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യുക. കഷ്ടമാണ് ഈ നടക്കുന്നത്. കാരണം അവന്റെ മതത്തിന്റെ പേരിലും അവന്റെ കഴിഞ്ഞ പ്രാവശ്യം എന്തായിരുന്നു പുൽവാമ അറ്റാക്ക് ഇലക്ഷന് തൊട്ട് മുമ്പ് അതങ്ങോട്ട് ഊതി വീർപ്പിച്ച് സാധാരണ അറ്റൻഷൻ അങ്ങോട്ട് ഡൈവേർട്ട് ചെയ്തു. ഇപ്പൊ ഒരിക്കലും പ്രധാനമന്ത്രി വിലക്കയറ്റത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. അതാണ് സാധാരണക്കാരന്റെ പ്രശ്നം. പ്രധാനമന്ത്രി ഒരിക്കലും തൊഴിലില്ലായ്മയെ കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. അതാണ് സാധാരണ യുവാക്കളുടെ പ്രശ്നം. ഇന്നത്തെ ദിവസം തന്നെയാണ് CA വരുന്നത് എന്നുള്ളത് യാദൃച്ഛികമായി നമുക്ക് കാണാനാകില്ല. 370 കോടതി നടപടികളും പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. രാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കിയതിന്റെ പ്രാണപ്രതിഷ്ഠ നടത്തിയിരിക്കുന്നു. അതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ. ഏകീകൃത സിവിൽ കോഡ് ഉടൻ വരും എന്നുള്ള പ്രഖ്യാപനം നിൽക്കുന്നു. ഒരവസരം കൂടി കിട്ടുകയാണ് എങ്കിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുമെന്ന് BJP പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആ ഘട്ടത്തിലാണ് ആനന്ദ് കുമാർ ഹെഗ്ഡെയുടെ ഭരണഘടനാ മാറ്റം. ഇതൊന്നും ഏതെങ്കിലും ഒരു മാധ്യമങ്ങളില്ലാത്ത യോഗത്തിൽ സംസാരിക്കുന്നതാണെന്ന് കരുതാൻ വയ്യ.
പല കാര്യങ്ങളും അനന്ത്കുമാർ ഹെഗ്ഡെ പറഞ്ഞതാണ് BJP ഇവിടെ നടപ്പാക്കിയിട്ടുള്ളത്. ആ വഴിയിലൂടെയാണ് പോയിട്ടുള്ളത്. അപ്പോൾ അനന്ത്കുമാർ ഹെഗ്ഡെ പോലെ ചിലപ്പോൾ ഉള്ള ആളുകളെ ഉപയോഗിച്ച് ഇത്തരം കമ്മ്യൂണിക്കേഷൻ വോട്ടർമാരിൽ എത്തിക്കുകയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് സ്വാഭാവികമായും വിശകലനം ചെയ്തുകൂടെ? തീർച്ചയായും ഇപ്പൊ ഇന്ന് ആക്ച്വലി BJP ഡിനൈ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. അത് BJP പാർട്ടിയുടെ നിലപാടല്ല, അത് അനന്ത്കുമാർ ഹെഗ്ഡെയുടെ നിലപാടാണ് എന്നാണ് BJP കർണാടകത്തിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഇപ്പൊ കുറെ ദിവസങ്ങളായിട്ട് ഒരു നെറേറ്റീവ് ഉണ്ടല്ലോ, 370 സീറ്റിന് മേലെ BJPക്ക് കിട്ടും, അല്ലെങ്കിൽ 300 സീറ്റിന് 370 ആണ് അവരുടെ ഒരു ടാർഗറ്റ്, 400 ആണ് അവരുടെ ടാർഗറ്റ് എന്നൊരു കോൺവെർസേഷൻ ഉണ്ടല്ലോ. ഞാനിപ്പോ ഫോർ എക്സാമ്പിൾ TDP അല്ലെങ്കിൽ ബിജു ജനതാദൾ ഈ പാർട്ടികളുമായിട്ടൊക്കെ അലയൻസ് BJP ഫോം ചെയ്യുന്നത് ഇപ്പോഴാണ്. ഇന്ന് ഫോർ എക്സാമ്പിൾ തമിഴ്നാട്ടിൽ TTV ദിനകരന്റെ AMMK അവർ BJP അലയൻസിൽ വരുന്നു. അപ്പൊ BJPക്ക് ഇത്രത്തോളം ഒരു കോൺഫിഡൻസ് ഉണ്ട്, അവർ 370 അല്ലെങ്കിൽ 400 ഒക്കെ എത്തും എന്ന് അവർ വിചാരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്രയും അലയൻസുകൾ ഫോം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഈ അവസാന നിമിഷം. ഈ നരേറ്റീവ് ക്രിയേഷൻ ധാരാളം നടക്കുന്നുണ്ടെങ്കിലും BJPക്ക് നമ്പർ വൈസ് ഇത് ശരിക്കും ഉണ്ടാവണമെന്നില്ല. അത് ഇവർ പറയുന്ന നമ്പേഴ്സ് കിട്ടണമെന്നില്ല. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെയാണ് രണ്ട് കാര്യങ്ങളിൽ BJP ഇപ്പൊ ഫോക്കസ് ചെയ്യുന്നത്. ഒന്ന് അവരുടെ കോർ ഇഷ്യൂസ്, അത് രാം മന്ദിർ ആയാലും ആർട്ടിക്കിൾ 370, UCC, ഇപ്പൊ CAA, NRC, ഇതെല്ലാം അവരുടെ കോർ ഇഷ്യൂസ് ആണ്. രണ്ട് അലയൻസ് ബിൽഡിംഗ്, അവർ നമ്പേഴ്സ് ആണ് കൊണ്ടുവരുന്നത്. അതായത് ഒരു സ്ഥലത്ത് നമ്മൾ എല്ലാവരും ഡിബേറ്റ് ചെയ്യുന്നത് ഈ കോർ ഇഷ്യൂസ് ആണെങ്കിൽ, രണ്ടാം സ്ഥലത്ത് അമിത്ഷാ പോലുള്ള BJPയുടെ ലീഡേഴ്സ് ഈ അലയൻസ് ബിൽഡിംഗ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അവർ TDPയെ കൊണ്ടുവന്നു, ജനസേനയെ കൊണ്ടുവന്നു, അങ്ങനെ എല്ലാ സ്റ്റേറ്റുകളിലും അവർ പുതിയ അലയൻസിനെ ആക്ച്വലി കൊണ്ടുവരികയാണ്. ഈ നറേറ്റീവ് ബിൽഡിങ്ങിനെയും ഈ അലയൻസ് ബിൽഡിങ്ങിനെയുമാണ് കൃത്യമായിട്ട് ഇന്ത്യ അലയൻസിന് ആക്ച്വലി ഒപ്പോസ് ചെയ്യാൻ പറ്റാതിരിക്കുന്നത്. ശരി, വി ശിവദാസൻ, നോക്കൂ, ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു ഞങ്ങൾ CAA നടപ്പാക്കില്ല. ഞാൻ ഒരവസരം തരും താങ്കൾക്ക്. വി ശിവദാസൻ, പിണറായി വിജയൻ പറയുന്നു CAA നടപ്പാക്കില്ല എന്ന്. പക്ഷേ നോക്കൂ, ഇപ്പോൾ ഓൺലൈൻ വഴിയാണ് ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ പിണറായി വിജയൻ എവിടെ റോൾ? ഇവിടെ 5 സംസ്ഥാനങ്ങൾ പരസ്യമായി ഈ നിയമത്തിനെതിരായി രംഗത്ത് വരികയുണ്ടായി. ആ സംസ്ഥാനങ്ങളെല്ലാം ബൈപ്പാസ് ചെയ്തുകൊണ്ട് ഈ നിയമം നടപ്പിലാക്കുക എന്നുള്ളതാണ് BJPയുടെ ഉദ്ദേശം. ഇവിടെ നാം കാണേണ്ടത്, നേരത്തെ നിങ്ങൾ തന്നെ ഇവിടെ ചർച്ചയിൽ സൂചിപ്പിച്ചതുപോലെ, ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള രാഷ്ട്രീയ പ്രശ്നത്തെ മറികടക്കുന്നതിന് വേണ്ടി ജനങ്ങളെ ഭിന്നിപ്പിക്കുക എന്നുള്ള തന്ത്രത്തിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു സമീപനമായിട്ട് അവർ പോകുന്നത്. ഇതിൽ കോൺഗ്രസ് എടുക്കുന്ന സമീപനം എന്താണ്? ഈ BJPയുടെ മതരാഷ്ട്രവാദത്തെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പിന്തുണക്കുന്ന ഒരു സമീപനമാണ് കോൺഗ്രസ് പലയിടത്തും എടുക്കുന്നത്. ബാബരി മസ്ജിദ് തകർത്ത് രാമക്ഷേത്രം നിർമ്മിക്കുക എന്നുള്ള മുദ്രാവാക്യത്തിന് പിന്തുണയുമായി ദിഗ്വിജയ് സിംഗ് ഉൾപ്പെടെയുള്ള കമൽനാഥ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ നിന്നു. ഭാരത് ജോഡോ യാത്രയിൽ ഇടത്തും വലത്തും കൈപിടിച്ചെന്ന കൂട്ടരാണ് അവർ. BJPക്കാർ സാധാരണ ഈ കല്ല് മാത്രമാണ് കൊടുത്തത്, ഞങ്ങൾ വെള്ളിയുടെ ഇഷ്ടിക കൊടുത്തു എന്നാണല്ലോ അവിടെ കോൺഗ്രസ് നേതാവ് പറഞ്ഞിട്ടുള്ളത്, കമൽനാഥ് പറഞ്ഞിട്ടുള്ളത്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് കൊടുത്തതിനേക്കാൾ 1 ലക്ഷം രൂപ ഞാൻ കൂടുതൽ കൊടുത്തിട്ടുണ്ട് എന്ന് ദിഗ്വിജയ് സിംഗ് പറയുണ്ടായല്ലോ. അപ്പോൾ BJPയുടെ നയത്തെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പിന്തുണക്കുന്ന ഒരു പാർട്ടിയായിട്ട് കോൺഗ്രസ് നിൽക്കുകയാണ്. 370 ആർട്ടിക്കിൾ 370 കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ നിലപാടെന്താണ്? അവർ തുറന്നു പറയാൻ മടിക്കുകയാണ്, അവർ പറയുന്നില്ല, നിശബ്ദരായി നിൽക്കുകയാണ്. അപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ BJPയെ സഹായിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് നിങ്ങളുടെ പാർട്ടിയുടെ ഇപ്പോഴത്തെ നയം, പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത്. TP ജയേന്ദ്രൻ, എല്ലാത്തിനും മറുപടി. അല്ല, ഒന്നുമില്ല. 60 കൊല്ലം ഇന്ത്യ ഭരിച്ച് ഒരു വീട്ടിൽ നിന്ന് 3 പ്രധാനമന്ത്രിമാരുള്ള പാർട്ടി നേതാവ് ഇവിടെ നിന്ന് പറയുക ഈ രാജ്യത്ത് പട്ടിണിയുണ്ട്, ഈ രാജ്യത്ത് തൊഴിലായ്മയുണ്ടെന്ന്. ബേക്കാരിയുടെയും ഗരീബിൻ്റെയും അർത്ഥമെങ്കിലും ആ സുഹൃത്തൊന്ന് വായിച്ചു നോക്കുമോ? രണ്ടാമത്, അയോധ്യയിൽ പൂട്ട് തുറന്നു കൊടുത്തവർ, ബാബറി മസ്ജിദ് പൊളിച്ച് പ്രശ്നം തീർക്കണമെന്ന് പറഞ്ഞവർ, അവസരവാദം എന്നല്ലാതെ എന്താണ് നികേഷെ പറയാൻ? ഒരു കാര്യം നികേഷെ ഞാൻ ഉറപ്പിച്ച് പറയാം, 1980 ജനിച്ചത് മുതൽ ഇന്ന് വരെ BJP എന്തെങ്കിലും ഒന്ന് മാറ്റി പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ എപ്പോഴെങ്കിലും ഞങ്ങൾ നിലപാട് മറച്ചു വെച്ചിട്ടുണ്ടോ? ഈ രാജ്യത്തെ ജനത ഞങ്ങൾക്ക് തന്ന മാൻഡേറ്റ് നടപ്പിലാക്കാനല്ലേ. ഇവരെ പോലെ ഒരിക്കലും ഒരവസരം കിട്ടുമ്പോൾ ബാബറി മസ്ജിദ് തകർക്കണോന്ന് പറയും, അനന്ത്കുമാർ പറഞ്ഞതും മാറ്റി പറയില്ല എന്നാണോ? മതമല്ല പ്രശ്നമെന്ന് പറയും, തൊട്ടിപ്പുറത്തെന്ന് പറയും. എന്താ അനന്ത്കുമാർ ഹെഗ്ഡെ പറഞ്ഞതും മാറ്റി പറയില്ല എന്നാണോ ജയേന്ദ്രമാഷ് പറയുന്നത്? അല്ല 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 അത് നികേഷിന്റെ രാഷ്ട്രീയമാണ്. അതിന് ഉത്തരം നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന തന്റെ പൂച്ച് പുറത്ത് പറഞ്ഞ മാധ്യമ പ്രവർത്തക തന്നെ നിങ്ങൾ കേൾക്കുമാർ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് BJPയുടെ നിലപാട്. ഇനി നിങ്ങൾ ചോദിച്ചു, അല്ല, അവിടെ സിദ്ധരാമയ്യ പറഞ്ഞൊരു കാര്യമുണ്ട്. അനന്ത്കുമാർ ഹെഗ്ഡെ ഇനി BJP നയമല്ല പറഞ്ഞതെങ്കിൽ അനന്ത്കുമാർ ഹെഗ്ഡെ പുറത്താക്കണം. അതല്ലാതെ
അത് അനന്ത്കുമാറിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്ന് പറഞ്ഞാൽ അനന്ത്കുമാർ ഇപ്പോഴും BJP യുടെ MP ആണ്, BJP യുടെ ഭാരവാഹിയാണ്. അനന്ത്കുമാറിലൂടെ നമ്മൾ കേട്ടിട്ടതെല്ലാം BJP യുടെ നയങ്ങളാണ്. അല്ല, ഒന്നൊരു മാധ്യമ പ്രവർത്തകന്റെ അഭിപ്രായത്തിനനുസരിച്ച് പുറത്താക്കലും അകത്താക്കാനും പറ്റൂലല്ലോ നികേഷ്. അതിന് ചില നടപടിക്രമമൊക്കെ ഇല്ലേ, അതിനെക്കുറിച്ച് പരിശോധിക്കണ്ടേ? അങ്ങനെ മറ്റുള്ള കാര്യത്തിൽ നിങ്ങൾ അഭിപ്രായം പറയുമോ പുറത്താക്കണമെന്ന്? അതല്ലല്ലോ അതിൻ്റെ രീതി. BJPയുടെ നിലപാട് പറഞ്ഞു. ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറയുന്നത് ഇന്ത്യ രാജ്യത്തെ പട്ടിണി, ദാരിദ്ര്യം, തൊഴിലില്ലായ്മ ഇതിനെക്കുറിച്ചൊക്കെ BJP വളരെ കൃത്യമായിട്ട് അത് മാത്രമാണല്ലോ മുമ്പോട്ട് വെച്ചത്. രണ്ടാമത് നിങ്ങൾ ഈ പറയുന്ന ഒന്നും BJP മറച്ചു വെച്ചിട്ടില്ല നികേഷേ. ജനിച്ചത് മുതൽ, രൂപപ്പെട്ടത് മുതൽ ജനങ്ങൾക്കിടയിൽ ഇതിനു വേണ്ടിയാണ് ഞങ്ങൾ പ്രൊപ്പഗേറ്റ് ചെയ്തത്. ഞങ്ങൾ ബാബറി മസ്ജിദ് പൊളിച്ചു മാറ്റി പ്രശ്നം തീർക്കുമെന്ന് പൊന്നാനി പോയി പ്രസംഗിച്ച് ഇപ്പുറത്ത് വന്ന് ദേശാഭിമാനി അത് നിഷേധിക്കില്ല. അയോധ്യയിലെ ക്ഷേത്രത്തിന് വേണ്ടി പൂട്ട് തുറന്നു കൊടുത്ത് ഇപ്പുറത്ത് വന്നിട്ട് ഞങ്ങളത് വർഗീയമാണെന്ന് പറയില്ല. ഈ ഫണ്ടിങ് കാര്യത്തെക്കുറിച്ച് സുതാര്യത വേണമെന്ന് പറഞ്ഞ് ഇപ്പുറത്ത് വന്ന് തിരിച്ചു പറയില്ല. ഗരീബിയും ബേക്കാരിയും ഹട്ടാവുമാണ് ലക്ഷ്യമെന്ന് പറഞ്ഞൊന്നും ചെയ്യാൻ കഴിയാത്തവർ ഇപ്പൊ കുറ്റം പറയില്ല നികേഷ്. ഇത് BJP നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അത് ശ്രീനിവാസകൃഷ്ണൻ, ഇനി നമുക്ക് സമയമില്ല എങ്കിൽ പോലും താങ്കൾ കൈ ഉയർത്തിയ നിലയ്ക്ക് അതെ, വളരെ തമാശയുണ്ട് കേൾക്കാൻ. BJPയുടെ പ്രതിനിധി പറയുന്നത് ഇവിടെ തൊഴിലില്ലായ്മയില്ല, ഇവിടെ ദാരിദ്ര്യമില്ല എന്ന്. ഇവിടുത്തെ ജനങ്ങളും ഇവിടുത്തെ യുവാക്കളും തന്നെ തീരുമാനിക്കട്ടെ. പിന്നെ അല്ല ശ്രീനിവാസകൃഷ്ണൻ, അങ്ങനെ അല്ല പറഞ്ഞത്. ഒരു കുടുംബത്തിൽ തന്നെ 3 പ്രധാനമന്ത്രിമാരുള്ള ഒരു പാർട്ടിയാണ് പറയുന്നത്. അല്ലല്ല, അത് ഞാൻ ഭരിച്ചു. ഒരു മിനിറ്റ് ഞാൻ തന്നോട്ടെ. ഞാൻ പറഞ്ഞത് ഇവിടുത്തെ CPMന്റെ നയമാണ്. CPMന്റെ നയം, കേരളത്തിലെ CPMന്റെ നയം, BJPയുടെ നയം തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. ഇത് കേട്ടിരിക്കില്ലേ? കോൺഗ്രസിനെ രാജ്യത്ത് ഇല്ലാതാക്കുക, കോൺഗ്രസ് മുക്ത ഭാരതം എന്ന BJPയുടെ ദേശീയ നയം കേരളത്തിൽ നടപ്പാക്കാനുള്ള ഹോൾസെയിലാണ് എന്റെ CPMലെ സുഹൃത്തുക്കൾ. ഏത് കേൾക്കുന്നവർക്ക് മനസ്സിലാവും. എന്റെ സുഹൃത്തെ, കോൺഗ്രസ് എന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ അന്ന് ഈ രാജ്യത്തെ ഭരണഘടനയും അന്ന് ഈ രാജ്യത്തെ മതേതരത്വവും വെല്ലുവിളി നേരിട്ടിട്ടുണ്ട്. അതിൽ കൂട്ടു നിൽക്കല്ലേ നിങ്ങൾ? കോൺഗ്രസ് പ്രതിനിധിയോട് പറയാം, വെള്ളി അല്ല പറയട്ടെ, നിങ്ങൾ എനിക്ക് സമയം, വെള്ളി ഇഷ്ടിക ബാബരി മസ്ജിദ് തകർത്ത് രാമക്ഷേത്രം പണിയുന്നതിന് കൊടുക്കാൻ രാഹുൽ ഗാന്ധിയുടെ ഇടത്ത് നിൽക്കുന്ന ആ ദിഗ്വിജയ് സിംഗ് പറഞ്ഞില്ലേ, ഞങ്ങൾ കൊടുത്തു, ഞങ്ങൾ പണം കൊടുത്തു എന്ന് പറഞ്ഞില്ലേ ബാബരി മസ്ജിദ് തകർക്കാനും അവിടെ ക്ഷേത്രം പണിയാനും. പറഞ്ഞതായി തന്നെ നമ്മുടെ മുന്നിലുണ്ട്. ശിവദാസൻ, ശ്രീനിവാസകൃഷ്ണൻ, TP ജയചന്ദ്രൻ, ഒപ്പം തന്നെ ധന്യ രാജേന്ദ്രൻ, ദ ന്യൂസ് മിനിറ്റിന്റെ എഡിറ്റർ ചീഫ്, PDT ആചാര്യ, മുൻ ലോക്സഭാ സെക്രട്ടറി ജനറൽ. നന്ദി സഹകരിച്ചതിന്. Debate with MV Nikesh Kumar.